പ്രാർത്ഥിക്കുമ്പോൾ അതിന് പൈസ കുറച്ച് ഒരല്പം. അടുത്ത ആഴ്ച പുള്ളിക്കാരനോടെ ഈ ഒരു ടൈമിന് പോലെന്നാണ് കുറച്ചു നേരം കൂടെ ഉള്ള ഒരു 5 മിനിറ്റായാലും 10 മിനിറ്റായാലും നമുക്ക് പതിയെ പതിയെ പഠിക്കാൻ പറ്റും. അത് ശരി, അത് കുഴപ്പമില്ല. ഇനി അദ്ദേഹം പോയിട്ട് എപ്പോഴാണ് വരുന്നത്? ഇനി വരത്തില്ല. ഓ, രാത്രി. ഓക്കെ. അപ്പോൾ ഒരു വാക്ക് നമുക്ക് ക്രിസ്ത്യൻസിൻ്റെ കൃപയിൽ ആശ്രയിക്കാം. ഞങ്ങൾ ക്രിസ്തയേശുവിൽ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ക്രിസ്തയേശുവെ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. എൻ്റെ മകനെ ക്രിസ്തയേശുവിൻ്റെ കൃപയാൽ ശക്തിപ്പെടുക എന്നുള്ള 2 തീമോഥെയോസ് 2:1 വാക്യപ്രകാരം ശക്തിപ്പെടുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനമെന്നും ഞാൻ മുഖാന്തരമല്ലാതെ ആരും ഫാദറിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ബിലീവ് ഓൺ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് യുവർ ഫാമിലി സേവ്ഡ്. കർത്താവ് യേശു വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷരാക്കും. മറ്റൊരുത്തന്നെ രക്ഷയല്ല. നാം രക്ഷരാപ്പൻ ആകാശത്തിൽ മനുഷ്യരിൽ നൽകപ്പെട്ട മറ്റൊരു നാമമല്ല. ക്രിസ്തയേശു മാത്രമാണ് ഏക വഴിയും സത്യം ജീവനും. മാത്രമല്ല, ഫോർബദൻ ഇഹോൻ കാൽവടി, ക്രിസ്തയേശുവിൽ കൂടി നമുക്ക് സമർത്ഥ്യമുണ്ട്. ഈ ക്രിസ്തയേശു നമ്മുടെ പാവങ്ങൾ കൊണ്ട് ക്രൂസിൽ മരും. ഫോർബദൻ ഇഹോൻ കാൽവട്ടി, പുള്ളിംഗ് ഡോൺ സ്ട്രോങ്സ് കാസിൻ്റെ ഓൺ ഇമാജിനേഷൻസ്. ഈ ക്രിസ്തയേശു നമ്മുടെ പാവങ്ങൾ കൊണ്ട് മാത്രമല്ല, നമ്മുടെ ശാപങ്ങളെ നീക്കാൻ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമുക്ക് വേണ്ടി മാത്രമല്ല, ഹോൾ ക്രിയേഷൻ രക്ഷിക്കാൻ വേണ്ടി കൂടിയാണ് ക്രിസ്തയേശു ക്രൂസിൽ മരിച്ചതെന്ന് വിശ്വസിക്കുന്നു. കാരണം നെഹമ്യാ പ്രവാചകൻ 9:6 ആകാശത്തെ ഭൂമി എല്ലാത്തിനെ രക്ഷിക്കുന്നു എന്നുള്ള അർത്ഥത്തിലായിരുന്നു. പിന്നീട് സമയം കിട്ടുമ്പോൾ നമുക്കത് പഠിക്കാൻ പറയുള്ളവരെ ക്രിസ്തയേശുവിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. ഈ ക്രിസ്തയേശുവിൻ്റെ അടുക്കലേക്ക് നമ്മൾ വിശ്വാസത്തോടെ കടന്നു വരുന്നു. ഇതാവും എല്ലാ സ്ട്രോങ് ഹോൾസിനെയും ക്യാൻസൽ ചെയ്തതിനെ നന്ദി പറയുന്നു. ക്രിസ്തയേശു വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് അപേക്ഷിക്കും. കൃപ കേൾക്കണം, നല്ല വിധം രക്ഷിച്ചതിനെ നന്ദി പറയുന്നു. ഇനി മോൽപ്പം ബലപ്പെടുത്താം. ഇവിടെ ഇല്ല. ഈ കടയിൽ വരുവാനും എൻ്റെ സന്ദേശത്ത് ഒരു പ്രാർത്ഥനയ്ക്ക് ആദ്യമായി കടന്നു വരുവാനും ഈ അമ്മയുടെ എന്ന് പറയുന്ന അമ്മയുടെ കടയിൽ ആദ്യമായിട്ടാണ് കടന്നു വരുന്നത്, ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പോലും എന്നെ അനുഗ്രഹിക്കുമെന്നാണ് പ്രാർത്ഥിക്കുക. അപ്പോൾ അതിന് വിശ്വസിക്കുന്ന ഏതൊരു ദൈവമക്കൾക്കും ഇപ്പോൾ രക്ഷയായ തുണയുമായി ഇരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ കൃപ എപ്പോഴും കൂടി ഇരിക്കുമാറാണെന്ന് തൻ്റെ കുടുംബത്തെയും തൻ്റെ ഈ കടയും അപ്പം സ്തോത്രമൊക്കെയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അങ്ങയുടെ കരം താങ്ങുമാറാണ് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ഉണ്ടായിരിക്കുന്ന വിശ്വാസത്തിൽ ഒരു തവണ പോലും ഇടറി വീണ് പോകാതെ വണ്ണം അപ്പം സ്തോത്രം അവരുടെ കരങ്ങളിലേക്ക് വഹിച്ചു അപ്പം നടത്തുമാറാണ് പ്രാർത്ഥിക്കുന്നു. അപ്പം ദൈവത്തെ അറിയുവാൻ, സത്യദൈവം എന്താണെന്നും ജീവൻ എന്താണെന്നും അറിയുവാൻ തക്കവണ്ണം ഈ പ്രായത്തിലായിരുന്നാലും ഇപ്പം സ്തോത്രം ചെയ്യുന്നു, അറിയുവാൻ തക്കവണ്ണം ഇടയാക്കി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇവിടെ ആദ്യമായാണെങ്കിൽ വന്നതെങ്കിൽ പോലും അപ്പോൾ എല്ലാവരും കാണുവാനും അപ്പോൾ ഇനി വരുമ്പോൾ ആ പ്രശ്നം കണ്ട് കാര്യങ്ങൾ സംസാരിക്കുവാനും ദൈവത്തെ പറ്റി അങ്ങനെപ്പറ്റി അപ്പോൾ സ്തോത്രം ചെയ്യുന്നു, ഓരോ കാര്യങ്ങൾ പറയുവാൻ തക്കവണ്ണം ഇടയാക്കുവാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ദേവദാസനെ കണ്ടുവല്ലോ, ദേവദാസന് അടിയങ്ങളോടൊപ്പം അപ്പോൾ സ്തോത്രം ചെയ്യുന്നു കാരണം ഒരു 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് നമുക്ക് പ്രാർത്ഥിക്കണമെന്ന് എന്നോട് പറയുന്നതിനെ തുടർന്ന് ദേവദാസന് നല്ല മനസ്സിനായി കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പോൾ എൻ്റെ കുടുംബമൊക്കെയും നന്നായിരിക്കുവാൻ തക്കവണ്ണം ഇടയാക്കുമാറാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഒരു അവസരം ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തു. നമുക്ക് ക്രിസ്തയേശുവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഒരു വചനം നമുക്ക് വായിക്കാം. ഒരു വചനം നമുക്ക് ഒരു കുറച്ച് ഭാഗമാണെങ്കിലും അനേക ഭാഗമാണെങ്കിലും 15 മണിക്കൂറാണെങ്കിലും ചിലപ്പോൾ 5 മിനിറ്റ് ആണെങ്കിലും ഇതാണ്ട് ക്രൂശിലെ കള്ളനാണെങ്കിൽ എത്ര പറഞ്ഞറിയാം, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തോളണം എന്ന് പറഞ്ഞു. ആ ഒറ്റ വാക്കി കൂടെ അദ്ദേഹം ചെയ്തു, നീതിയിരിക്കും വിട്ടു സ്വർഗത്തേക്ക്. അദ്ദേഹം 25 ദിവസം ഉപവാസം ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. അപ്പം ക്രിസ്തു ആണെങ്കിലും ഇങ്ങോട്ട് നോക്കും, എനിക്ക് മനസ്സുണ്ട് ശുദ്ധമാകാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ കുഷ്ഠരോഗിയുടെ കുഷ്ഠം വിട്ടു പോയി. കർത്താവിടെ നിൻ്റെ കുഷ്ഠം ഇപ്പം മാറട്ടെ. അങ്ങനെ ഇപ്പം നമുക്ക് ഒരുപാട് ടൈം നമുക്ക് എടുക്കുന്ന പോലെ തന്നെ നമുക്ക് കുറച്ച് ടൈം സമയം കുറച്ചാണെങ്കിലും നമ്മളെ പറയുന്നതിൽ കണ്ടന്റ് ക്രിസ്തയേശു ഉണ്ടെങ്കിൽ അതിനകത്ത് എല്ലാം ഉണ്ട്. ആ കണ്ടന്റ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വരെ ഭയപ്പെടേണ്ട കാര്യമില്ല. ഇവിടെ അല്ല കേട്ടോ, ഇവിടെ അല്ല, അവിടെ കൊമ്പളത്ത് അങ്ങോട്ടാണ്. നമ്പറില്ല, ഒരു താഴെ കടയിൽ അവിടെ അന്വേഷിച്ച് കിട്ടും കേട്ടോ. അവിടെ നമുക്ക് ഇന്ന് ചിന്തയ്ക്കായിട്ട് പല ആളുകളും ഇപ്പോൾ ജീസസ് ക്രൈസ്റ്റ് നെയിമിൽ അല്ല ബാപ്റ്റിസം എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. അല്ലെങ്കിൽ ആ ഒരു മാനസാന്തരം എന്ന് വെച്ചാൽ ക്രൈസ്റ്റിലേക്ക് തിരിയുക, ദൈവത്തിങ്കിലേക്ക് തിരിയുക. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം. ഇറ്റ് ഈസ് ഗോഡ് ടു ജസ്റ്റിഫൈസ്. ആ ക്രിസ്തു അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഇതാണ് മാനസാന്തരം. അതായത് ക്രിസ്തു പുതിയ നിയമത്തിൽ നമ്മളെ ശിക്ഷിക്കാനായിട്ടല്ല, നമുക്ക് അനുകൂലമാണ് എന്നുള്ള അർത്ഥത്തിൽ ക്രൈസ്റ്റിലേക്ക് തിരിയുന്നതാണ് മാനസാന്തരം. അല്ലാതെ നമ്മൾ ഇങ്ങനെ തപസ് ചെയ്ത് ഇങ്ങനെ ഊഹ എന്നൊക്കെ പറഞ്ഞ് അതല്ല മാനസാന്തരം. നമ്മുടെ ആ പ്രവൃത്തി കൊണ്ട് നമുക്ക് നീതീകരിക്കപ്പെടാനേ പറ്റത്തില്ല.
അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറ്റാതിരിക്കുമ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി വചനം ജഡ രൂപം ധരിച്ചു. ഞാൻ നല്ലൊരു പാട്ട് പാരഡി സോങ് പാടി തന്നില്ലേ, വചനം ജഡമായി തീർന്നുകൊണ്ട് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു. 40 കൊല്ലത്തേക്ക് മുമ്പേ ഈ ലോകത്തൊന്ന് പോകേണ്ടതാണ് മക്കളെ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, വിഴുന്ന് ഈ എല്ല് പൊട്ടിയവർ ഇന്ന് വരെ കേരളത്തിൽ ജീവിച്ചിരിക്കില്ല. അതിൻ്റെ ഒരു മിനിറ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തു. അപ്പം അങ്ങനെ ക്രിസ്തയേശു നമുക്ക് വേണ്ടി അങ്ങനെ വിഴുന്ന് തളർന്ന് കിടന്ന് വെട്ടി ആംബുലൻസിൽ വരെ വീട്ടിൽ കൊണ്ട് ഡോക്ടർമാർ എനിക്ക് ഭയങ്കര അതിശയം. അവർ കേൾക്കുകയാണ് എന്തിനാണ് നിങ്ങൾക്ക് ഒരു കഴിവ് ദൈവം തന്നേക്കുന്നത്, ഞങ്ങൾ ഇത്രയും കാലം ചികിത്സിച്ചതിൽ ആദ്യമായിട്ട് ഒരു സൃഷ്ടിയാണ്. അതിൻ്റെ ഒരു മിനിറ്റ്. അപ്പം അങ്ങനെ മനുഷ്യനെ കൊണ്ട് കഴിയാൻ പറ്റാത്ത കാര്യങ്ങൾ ക്രിസ്തു ജഡരൂപം ധരിച്ച് നമുക്ക് വേണ്ടി വന്നു, അത്ഭുതങ്ങൾ ചെയ്തു, മരിച്ചടക്കോട്ട് ഉയർത്തേണ്ടി. ആ ക്രിസ്തുവിൽ കൂടെ നമുക്കെന്തുണ്ട്, നീതീകരണമുണ്ട്. അപ്പം ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വചനം ഇവിടെ വായിക്കാം. അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനം യെരുശലേമിൽ തുടങ്ങി സകല ജാതികളും പ്രസംഗിക്കാൻ വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുമ്പോഴത്തേക്കും പിന്നെ ആ ഒരു വാക്യം നമ്മൾ വായിക്കണം. और यरूशलेम से लेकर सब जातियों में मन फिराव का और पापियों की क्षमा का प्रचार उसी के नाम के किया जाएगा. फोर बदन यूहन कलवेट पुलिंग डाउन स्टोन से कैंसिल डाउन उसी के नाम से किया जाएगा. डू नॉट सियर टॉल फियर. ഇവിടെ ഫോർ ബദൻ യൂഹൻ കാൽബട്ട് ദൈവം കൺഫ്യൂഷൻ്റെ ദൈവമല്ല ബട്ടോപ്പീസ്. ഇവിടെ ഞാൻ ഹിന്ദിയിലും കൂടെ വായിക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം കൺഫ്യൂഷൻ്റെ ദൈവമല്ല ബട്ടോപ്പീസ്. ഉസി കെ നാം സെ കിയാ ജായക. ഈ ഹിന്ദി ഭാഷ സംസാരിക്കുന്ന ആരെങ്കിലും എന്താണ് ഭാവിയിൽ എന്നെ യൂട്യൂബിൽ കൂടെയോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കേൾക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും കൂടെ എന്താണ് ഫോർ ബദൻ യൂഹൻ കാൽബട്ട് ഒരു സ്വാതന്ത്ര്യം ലഭിക്കട്ടെ, രക്ഷ കിട്ടട്ടെ എന്നുള്ള അർത്ഥത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ആൻഡ് ദ റിപ്പൻറ്റൻസ് ആൻഡ് റെമിഷൻ ഓഫ് സിൻസ് ഷുഡ് ബി പ്രീച്ച്ഡ് ഇൻ ഹിസ് നെയിം എമോങ് ആൾ നേഷൻസ് ബിഗിനിങ് അറ്റ് ജെറുസലേം. ഇനി മറ്റൊരു കാര്യം, കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് എന്താണ്, അവർ കുഞ്ഞാടിനോട് പോരാടും. താൻ എന്താണ്, അപ്പോൾ അവിടെ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് അതാണ് വായിക്കുന്നത് അല്ലേ, കർത്താവ് യേശു ക്രിസ്തു ആരാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് വായിക്കും. കഴിഞ്ഞ ആഴ്ച അതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നമുക്കിവിടെ വായിക്കാൻ കഴിയും. അവർ കുഞ്ഞാടിനോട് പോരാടും, താൻ കർത്താതി കർത്താവും രാജാതി രാജവും ആകൊണ്ട് കുഞ്ഞാട് തന്നോട് കൂടിയുള്ള ഫോർ ബദൻ യൂഹൻ കാർഡർ ലിബർട്ടി. കുഞ്ഞാട് തന്നോട് കൂടെയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവർ ജയിക്കും എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് ഫോർ ബദൻ യൂഹൻ താൻ കർത്താതി കർത്താവും രാജാതി രാജവും ആകൊണ്ട് ഡു നോട്ട് സിയർ ടൗൺ ഫിയർ ഫോർ ബദൻ യൂഹൻ കാർഡർ ലിബർട്ടി ആസ് ഫ്രീ പീസ് യു. താൻ കർത്താതി കർത്താവും രാജാതി രാജവും ആകൊണ്ട് കുഞ്ഞാട് തന്നോട് കൂടെയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവർ ജയിക്കും. അപ്പോൾ ഇത് നമുക്ക് ജയം നൽകുന്ന എന്താണ് ക്രിസ്തയേശുവിൻ്റെ സുവാർത്തയാണ്, അല്ലെങ്കിൽ ക്രിസ്തയേശുവിൻ്റെ എന്താണ് ഒരു ജയം നൽകുന്ന ഒരു അനുഭവമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്താണ് ആ ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ ആ ഒരു ജയത്തിൻ്റെ അനുഭവമാണ്. ഇനി നമുക്ക് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപയിൽ ആശ്രയിക്കാം. അങ്ങനെ അടുത്ത ആഴ്ചയിൽ ആ അങ്കിളും കൂടെ വരട്ടെ, അല്ലെങ്കിൽ ആ ചേട്ടനും കൂടെ വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ക്രിസ്തു എന്തായാലും നമ്മളെ സഹായിക്കട്ടെ. എന്തായാലും ഒരു ചിന്ത ഞാൻ തുടങ്ങി വയ്ക്കാം. ഇനി വരുന്ന ആഴ്ചകളിൽ നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കാം. എന്തായാലും ഞങ്ങൾക്ക് ഒരു കാര്യം തുടങ്ങി വെച്ചേക്കാം. കർത്താവ് യേശു ക്രിസ്തു നമ്മളെ അധികമായിട്ട് സഹായിക്കട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 27 തൊട്ട്. സാത്താനോ അവൻ്റെ ദൂതന്മാർക്കോ അന്യഗ്രഹികൾക്കോ ക്രിസ്തയേശു ജീവനോടിരിക്കുന്ന കാലത്തോളം നമ്മളെ ഒന്നും ഒരു ചുക്കും ഒരു ചുണ്ണാമ്പും ചെയ്യാൻ ഒരു അന്യഗ്രഹ ജീവിക്കും, ഒരു സാത്താനും ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ. ഞാൻ പനിയായിരുന്നു എങ്കിൽ പോലും കർത്താവിൻ്റെ കൃപയിൽ നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ക്രിസ്തയേശു മരിച്ചു ഉയർത്തെഴുന്നേൽക്കും. ആ ഒരു കാര്യം ഉള്ളിടത്തോളം കാലം ആൻറ്റി കേൾക്കണം. അവന് ഈ ചേച്ചി ഒരു കാര്യം, സാത്താന് ഒരു ജയം എടുക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യം സാത്താന് വെറുപ്പാണ്. എങ്കിൽ പോലും അവനൊരു ചുക്കും ചെയ്യാക്കത്തില്ല. അവൻ മരിച്ചവരുടെ ദൈവമല്ല. മർക്കോസ് 12:27 ജീവനുള്ളവരുടെ ദൈവമത്ര നിങ്ങൾ വളരെ തെറ്റിപ്പോകുന്നു. താഴെ നമ്മൾ വായിക്കുമ്പോൾ ശാസ്ത്രിമാരിൽ ഒരുവൻ അടുത്തു, ഞാൻ പെട്ടെന്ന് വായിച്ച് നിർത്തരാം. അടുത്തൊന്ന് അവർ തമ്മിൽ തർക്കിക്കുന്ന കേട്ട് അവൻ അവരോട് നല്ലവണ്ണം ഉത്തരം പറഞ്ഞ പ്രകാരം ബോധിച്ചിട്ട് എല്ലാറ്റിലും മുഖ്യകൽപ്പന ഏതെന്ന് അവനോട് ചോദിച്ചു. അതിന് ജീസസ് എല്ലാറ്റിനും മുഖ്യകൽപ്പന ഇസ്രായേലിൽ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള മറ്റു ഭാഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ആഴ്ചയിൽ നമുക്ക് വീണ്ടും ചിന്തിക്കാം. അപ്പം നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് എന്നുള്ളൊരു ബോധം, ഇതാണ് ബേസ്മെൻറ്റ്. അപ്പം ഏറ്റവും മുഖ്യമായ ഒരു കൽപ്പന ഇതാണ്. ഇന്ന് പല ആളുകളും ദൈവം ഏകനല്ല എന്നുള്ള അർത്ഥത്തിൽ എന്ത് ചെയ്യും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. തിരുമല തേലി ഭാഗത്തുള്ള അർജുന ഭാഷയ്ക്ക് ബെസ്റ്റ് എക്സാമ്പിളാണ്. നമുക്ക് ഒരു വ്യക്തികളോടൊരു വിരോധമല്ല. പുള്ളി സാമ്പത്തികമായിട്ടൊക്കെ കൊടുക്കാനൊക്കെ നല്ലതാണ്. പക്ഷേ ആദ്യം വന്നുടനെ പുള്ളി എടുത്തിടുന്ന വെച്ചാൽ ദൈവം രണ്ടും രണ്ടാണ്. സ്വർഗ്ഗത്തിരിക്കുന്ന വേറെ ആൾ, താഴെ വന്ന് വേറെ ആൾ. അത് വചനവിരുദ്ധമാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നീട് പറയാം. അപ്പോൾ അതുകൊണ്ട് അതിന് വിരോധമായിട്ട് ഇങ്ങനെയുള്ള ആൻറ്റി വണ്ണസ്, അതായത് പിന്നെ എന്താ പറയണ്ടേ, വണ്ണസ് അല്ലാത്ത പഠിപ്പിനെല്ലാം നമ്മൾ പൊളിച്ചെടുക്കുന്നതായിട്ടുള്ള ആ ഒരു എന്താണ് വണ്ണസ് എന്നുള്ള അർത്ഥം നമുക്ക് പഠിക്കേണ്ടപ്പോൾ ഇടയിൽ. അപ്പോൾ അതുകൊണ്ട് ഈ കേൾക്കപ്പെട്ട വചനത്തെ ഓർത്തുകൊണ്ട് ഫോർ ബദൻ യൂഹൻ ഇനി നടക്കാൻ പോകുന്ന മറ്റ് ശുശ്രൂഷകളൊക്കെ ഓർത്തുകൊണ്ട് നമുക്ക് ക്രിസ്തയേശുവിനെ കൃപയിൽ അയച്ചിരിക്കുമോ എന്ന് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് ആശീർവാദം പറഞ്ഞ് നമുക്ക് ചെയ്യാം. സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കടമ വരുമാനം ദിവസങ്ങളിൽ സ്തോത്രം ചെയ്യുന്നു. രാസം നടത്താൻ ഈ മാതാവിൻ്റെ കടന്നു പോകുവാനും അമ്മയുടെ അനുഭവം പറയുന്നതിനിടയ്ക്കായിരുന്നു. താൻ തോളിലെ എല്ല് പൊട്ടി മരണത്തിൽ
സാക്ഷി കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തക്ക സമയത്ത് പാസ്റ്റർ പ്രിൻസുവിനും ഈ അമ്മയുടെ അനുഭവസാക്ഷിയോടൊപ്പം കേട്ട് പാസ്റ്ററിൻ്റെ ജീവിതത്തിൽ ആശ്രയം വെക്കുവാൻ തക്കവണ്ണം കേട്ട വചനങ്ങളൊക്കെയും അവർക്ക് ഒരു ഉപകാരപ്രദമായി തീരുവാൻ തക്കവണ്ണം വ്യാക്കുമാറാണ് അവരുടെ കാര്യങ്ങളൊക്കെ കേൾപ്പിക്കുന്നു. പാസ്റ്റർ ശുശ്രൂഷകളൊക്കെയും മാനിക്കുമാറാണ്, ആശ്രയം മാനിക്കുമാറാണ്. അപ്പോൾ ഈ അമ്മയുടെ വേദനകൾ, ഭാരങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ ഇതൊക്കെയും അമ്മ പറയുവാനുള്ള ഏറ്റുചേർന്നു. പാസ്റ്റർ പ്രിൻസുവിന് മുഴുവനായി പറഞ്ഞില്ല എങ്കിലും അപ്പോൾ ഞങ്ങൾക്കത് കേൾക്കണമെന്ന് ആഗ്രഹിക്കാൻ കുറച്ച് ആഗ്രഹം തരുന്നുണ്ട്. അമ്മയുടെ കാര്യങ്ങൾ കേൾക്കുവാൻ മാത്രമല്ല കുടുംബത്തിലെ അവസ്ഥ എപ്രകാരമാണ്, തൻ്റെ ജീവിത രീതി എങ്ങനെയാണ് എന്നൊക്കെയും അറിയുവാനും ആഗ്രഹമുണ്ട്. പാസ്റ്റർ ഓർത്ത് കരങ്ങളിലേക്ക് ഏൽപ്പില്ല. അപ്പോൾ സമ്പൂർണ്ണമായി അപ്പോൾ ഒരു ആഴ്ച തളർന്നു പോകാതെ വീഴ്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് വരുവാൻ തക്കവാണ്, തളർന്നു പോകാതെ വീണു പോകാതെ ഈ മാതാവിനെയും കുടുംബത്തെയും അവർക്കുള്ളതൊക്കെയും ആടുമാട് സർവ്വസമ്പത്തൊക്കെയും വാസ്തവം എല്ലാം ദൈവം നല്ലൊരു സന്തോഷവതിയാക്കി സന്തോഷമായിട്ടുള്ള മാറാൻ പ്രാർത്ഥന നമ്മുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്ത്യസിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. നമുക്ക് ആശീർവാദം പറഞ്ഞ് പിരിയാം. നിങ്ങളും ഭാവിയിൽ ചേച്ചിയും അല്ലെങ്കിൽ അതിൽ മോനൊക്കെ ഭാവിയിൽ ഒരു ശുശ്രൂഷ നടത്തുമ്പോൾ ഈ ആശീർവാദം പറയേണ്ട വാക്യങ്ങൾ എപ്പോഴും നമ്മൾ എടുത്തു വച്ചേക്കാം. ഈ ടൂൾസ് എപ്പോഴും റെഡിയൊക്കെ ചെയ്യും. അപ്പോൾ ബൈബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൈസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള ഇതാണ്. ക്രൈസ്റ്റ് നമ്മുടെ ദൈവം മാത്രമല്ല, ശത്രുവിന് എതിരെ പടപൊരുതാൻ ക്രിസ്തയേശു നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ കൂടെ വല്ലഭനായിട്ട് കൂടെയുണ്ട്. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്ത ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിത ഏകദൈവത്തിന് തന്നെ സർവ്വകാലത്തിനും ഇപ്പോഴും സദാകാലത്തോളം തേജസ്സമയം ബലാധികാരം ഉണ്ടാകുന്നോട്ടെ. ആമേൻ. ക്രിസ്തയേശു നമ്മളെ എന്ത് ചെയ്തിട്ടില്ല, എന്താ വേണ്ടത്, ഭീരുത്വത്തിൻ്റെ ആത്മാവനല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെ സുബോധത്തിൻ്റെ ആത്മാവനത്ര കോടി സേവൽ ദൈവം നമുക്ക് നൽകി. നാമോ പിന്നെയും ഭയപ്പെടേണ്ടതിന് ബന്ധനത്തിൻ്റെ ആത്മാവനല്ല, അബ്ബാവിധം വിളിക്കുന്ന സംശയത്തിൻ്റെ ആത്മാവനത്ര പ്രാപിച്ചത്. അപ്പോൾ ക്രിസ്തയേശു നമ്മളെന്താണ് സ്വാതന്ത്ര്യ വിരുദ്ധത്തിന്, അതായത് ക്രിസ്തയേശു നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അടിമത്തത്തിലേക്ക് ഇതുവരെ നയിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിത ഏകദൈവത്തിന് തന്നെ സർവ്വകാലത്തിനും ഇപ്പോഴും സദാകാലത്തോളം തേജസ്സുമഹിമയും ഫോർ ബദനികൾ വഴി തേജസ്സും ബലാധികാരം ഉണ്ടാവട്ടെ. ആമേൻ. ക്രിസ്തയേശു നമ്മളെ പാപത്തിനോ നമ്മളെ ബന്ധനത്തിനോ അല്ലെങ്കിൽ അടിമത്തത്തിനോ വിട്ടുകൊടുത്തില്ലെന്ന് ഓർത്തുകൊണ്ട് നമുക്ക് ക്രിസ്തയേശുവിൻ്റെ കൃപയിൽ ആശ്രയിക്കും. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്തേക്കണം. അല്ലെങ്കിൽ രക്ഷ ക്രിസ്തു നമ്മൾ ഇത്രയും രക്ഷിച്ചതിനോർത്ത് നമുക്ക് താങ്ക്സ് ഗീവിങ്ങോടുകൂടി നമുക്ക് ജീവിക്കും. അപ്പോൾ പുള്ളിങ് നഷ്ടം ഓൾസ്. അപ്പോൾ എന്തായാലും ആൻറ്റി ഞാൻ ജോലിക്ക് പോയിരുന്നു ചുള്ളയിൽ 2 വർഷം വേറെ നമ്മൾ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് മുസ്ലിം ഭീകരവാദം പിണറായി സോമായിട്ട് എത്രമാത്രം കണക്ട് ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. കാരണം മുസ്ലിം തീവ്രവാദം അതിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഭരണാധികാരി എന്ന് വെച്ചാൽ അടുത്ത വട്ടം എന്താണ് താൻ ഇലക്ഷനിൽ കൂടെ ജയിച്ച് കേരള മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയോ ആയിക്കഴിഞ്ഞാൽ മുസ്ലിം തീവ്രവാദം ഇവിടെ ധാരാളമായിട്ട് എന്താണ് പ്രയോഗിക്കാം അല്ലെങ്കിൽ അവർ മുസ്ലിം മതത്തിൽ പറഞ്ഞതുപോലെ എന്താണ് സൂറ 5:51, 9:121, 9:5, 8:12, 48:29, 9:60 ഇതെല്ലാം സൂറയാണ്, ഖുർആനിലുള്ള കാര്യങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, അമുസ്ലിങ്ങളെ വെറുക്കണം എന്നുള്ള കാര്യങ്ങളും മറ്റതൊക്കെ നടപ്പാക്കാൻ പറ്റിയൊരു മാർഗം നോക്കിയിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ സൂറ 3:29, പിന്നെ അതുപോലെ തന്നെ എന്താണ് അനീതികൾ 33:37. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നടപ്പാക്കാൻ വേണ്ടി ഒരു നല്ല ഭരണാധികാരിയെ അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിണറായി വിജയൻ കയറിക്കഴിഞ്ഞാൽ ഈ മുസ്ലിം തീവ്രവാദത്തെ കൂടുതൽ അവരെന്ത് ചെയ്യും, അതിനൊരു വളമിടുന്നത് പോലെ ആയിപ്പോൾ. അപ്പോൾ അതിന് സപ്പോർട്ടെന്നുള്ള അർത്ഥത്തിലാണ് എന്ത് ചെയ്യുന്നത്, പിണറായി വിജയനും ഈ മുസ്ലിം തീവ്രവാദികളും നമ്മളൊരു ടൈപ്പ് എന്ന് പറയും. അപ്പോൾ ഇതിനെ തടയിടാൻ ശരിക്കും പറഞ്ഞാൽ എന്താണ് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുക. പിന്നെ ഇപ്പോൾ കേരള പോലീസിൻ്റെ കാര്യം പറയാതിരിക്കുകയാണ് ഭേദം. കോടതി വെറുതെ വിട്ടെന്ന് കണ്ടെത്തിയ വ്യക്തിയെ നാട്ടുകാരിൽ നിന്നും ആക്രമണം വരാതിരിക്കാനായിട്ട് പോലീസ് അവരെ രക്ഷിച്ചുകൊണ്ടുവന്നു. എന്തൊരു പോലീസായത്! ഒരു കുറ്റകൃത്യം ചെയ്ത് ഒരു ആളിനെ ഒരു കൊച്ചു കുട്ടീനെ ബലാത്സംഗം ചെയ്ത് കൊന്ന ഒരു വ്യക്തിയെ രക്ഷിച്ചുകൊണ്ട് പോകാനായിട്ട് ഓടുന്നു. എന്നാൽ മറുനാട് ഷാജിനെതിരെ കള്ളക്കേസെടുത്ത് ഓടി കിടക്കുന്നു. ഒരു ഇരട്ടത്താപ്പുള്ള മുഖ്യമന്ത്രി ഭരിക്കുമ്പം ഇതല്ല അതിൻ്റെ അപ്പുറം സംഭവിച്ചില്ലെങ്കിൽ അതിശയമുള്ളൂ. ഇത് വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പം ഈ ജനങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് മാറി ചിന്തിക്കുക. ഇനി അടുത്ത തവണത്തെ ഇലക്ഷനെങ്കിലും ഈ ഒരു പിണറായി വിജയനോ അയാളുടെ പാർട്ടിക്കോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു SFIക്കോ DYFIക്കോ വോട്ട് ചെയ്യാതെ ഏതെങ്കിലും ഒരു നല്ല ഗവൺമെൻറ്, ജനാധിപത്യ ചിന്താഗതിയുള്ള ഒരു ഗവൺമെൻറ്റിനെ എന്താണ് കേരള രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുവാൻ, വേറെ ഒരു ഇൻഫ്ലുവൻസിലും മസമ്മതനാകാതെ എന്താണ് ഭരണത്തിലേക്ക് അങ്ങനെയൊന്നും ഒരു ഇൻഫ്ലുവൻസിൽ മസമ്മതനാകാത്ത ഒരു ഭരണാധികാരിയെ കൊണ്ടുവരുവാനായിട്ട് പൊതുജനങ്ങൾ കുറച്ചുകൂടെ ഉത്സാഹിക്കാം. കാരണം ഇപ്പോഴത്തെ പിണറായി വിജയൻ്റെ ഭരണം പറയാതിരിക്കുകയാണ് ഭേദം. പിന്നെ അയാളുടെ കമ്മി അടിമകളായിരിക്കുന്ന കുറച്ച് പോലീസുകാരും
അല്ലെങ്കിൽ നമ്മളൊക്കെ സാധാരണ ജനങ്ങളല്ലേ, അരിയാഹാരം കഴിക്കുന്നവരല്ലേ, ഒന്ന് മാറി ചിന്തിക്കും. ഇവിടുത്തെ ജനങ്ങൾക്ക് ബോധമാണോ ഇല്ലാത്ത. പിന്നെ ഉറങ്ങുന്നവനെ നമുക്ക് വിളിച്ചുണർത്താം, ഉറക്കം നടിക്കുന്നവനെ പറ്റത്തില്ല എന്ന് എപ്പോഴും മനസ്സിലാക്കുക. എന്തായാലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കർത്താവ് എന്താണ്, ലോഡ് ഗീവ് യു അണ്ടർസ്റ്റാൻഡിങ് ഇൻ ആൾ തിങ്സ്. കർത്താവ് സകലത്തിൽ നിനക്ക് അണ്ടർസ്റ്റാൻഡിങ് തരുമല്ലോ എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് പ്രകാരം നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കും, നമുക്ക് മുന്നോട്ട് നീങ്ങാം. എല്ലാവരും സ്വതന്ത്രമായിട്ടിരിക്കുക. സ്റ്റാൻഡ് ഫാസ്റ്റ് ഓൺ ദി ലിബർട്ടി ഓർത്ത് ക്രൈസ്റ്റ് ഹാസ് മേഡ് us free. നാമിനെ അടിമത്തിൽ കുടുങ്ങി പോരുത്. ഫോർ ബദൻ ഇഹോൻ കൽപ്പട്ടി as free peace you pulling down of strongholds, casting down imaginations. For buthen you have carnal liberty. My peace I for buthen you have carnal liberty. My peace I leave to. Let not your heart be troubled and be afraid. Exceeding joy, great joy, Lord of peace. Him who is able to keep you from stumbling. War a good warfare, holding faith and good conscience. Every good gift and every perfect it is coming from Father of lights. ഭീരുത്വത്തിൻ്റെ ആത്മാവിനല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ആത്മാവിനെ കൂടി സിഫിൽ ദൈവം നമുക്ക് നൽകിയത്. നാം പിന്നെയും ഭയപ്പെടുന്ന ബന്ധനത്തിൻ്റെ ആത്മാവിനുള്ള അബ്ബാ വിളിക്കുന്ന അബ്ബാ ഫാദർ എന്ന് വിളിക്കുന്ന സൺഷിപ്പിൻ്റെ ആത്മാവിനത്തെ പ്രാപിച്ചത്. നാം പിന്നെയും ഭയപ്പെടേണ്ടതിന് ബന്ധനത്തിൻ്റെ ആത്മാവിനല്ല അബ്ബാ ഫാദർ എന്ന് വിളിക്കുന്ന സൺഷിപ്പിൻ്റെ ആത്മാവിനത്തെ പ്രാപിച്ചത്. നാം പിന്നെയും ഭയപ്പെടേണ്ടതിന് ബന്ധനത്തിൻ്റെ ആത്മാവിനല്ല അബ്ബാ ഫോർ ബദൻ യു ഹാവ് കാർണൽ ലിബർട്ടി ലിവിംഗ് ഗോഡ് ഇസ് റിച്ച്ലി ആൾ തിങ്സ് എൻജോയ്. ഫോർ ബദൻ യു ഹാവ് കൽപ്പട്ടി അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന സൺഷിപ്പിൻ്റെ ആത്മാവിനത്തെ പ്രാപിച്ചത്. റോമർ കൈഡിയ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 2 തിമോഥെയോസ് 1:7 അതുപോലെ തന്നെ റോമർ കൈഡിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 16 വരെയൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. നാമോ പിന്നെയും ഭയപ്പെടേണ്ടതിന് ബന്ധനത്തിൻ്റെ ആത്മാവിനല്ല അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന സൺഷിപ്പിൻ്റെ ആത്മാവിനത്തെ പ്രാപിച്ചത്. എവരി ഗുഡ് ഗിഫ്റ്റ് ആൻഡ് ഒരു പെർഫെക്റ്റ് ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ഫാദർ ഓഫ് ലൈറ്റ്സ്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് താനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയനായി മരണത്തിൻ്റെ അധികാര പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീർന്ന മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെ വിടുവിച്ചു. ഭീരുത്വത്തിൻ്റെ ആത്മാവിനല്ല. ഇപ്പം ഞാൻ പറയട്ടെ, ഈ മുസ്ലിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് പണ്ട് അറിഞ്ഞുകൂടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പം സൂറ 5:31, 8:12, 9:5, 9:121 ഈ എവരുടെ സൂറകളൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങളല്ലാത്തവരെ കണ്ടെടുത്ത വെച്ച് കൊല്ലുകയും കൈകാലുകൾ എതിർദിശയിൽ നിന്ന് വെട്ടുകയും പിന്നെ അവരെ ബേൺ ചെയ്യുകയും അവരെ മാക്സിമം നിങ്ങൾ പോകുമ്പം വഴി അലോസരപ്പെടുത്തുകയും അല്ലെങ്കിൽ എന്താണ് അവർക്ക് ഒരു പിന്നെ നിങ്ങൾക്ക് വിരോധമായി ചിന്തിക്കുന്ന രീതിയിൽ അവരെ മാക്സിമം ഞെരുക്കുക വഴി പോകണമെങ്കിൽ. പിന്നെ അത് മാത്രമല്ല അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണ്ഡിത്തുകളുടെ പലായനം നമ്മൾ പാഠപുസ്തകത്തിൽ പഠിച്ചൊന്നല്ല, ലോക്ക്ഡൗണിലല്ലേ മനസ്സിലായത്. അവർ മോസ്കിൽ കൂടെ അന്ന് ഇന്റർനെറ്റ് ഇല്ല, ഇന്ന് ട്രാൻസ്ലേഷൻ ഉണ്ട്. അതായത് നിങ്ങൾ തള്ളാഹു കുക്കും പറഞ്ഞത് കൂടാതെ അവർ പറയുന്നത് അറിയാം, നിങ്ങളുടെ ഭാര്യയും പെൺമക്കളെയും അവരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് അവിടെ വെച്ചിട്ട് നിങ്ങൾ വയ്ക്കും. കാരണം എന്താ, ഇവരെ ലൈലിംഗ് കടിമലായിട്ട് പഠിക്കും. ഈ മാപ്പിളകളെന്ന് പറഞ്ഞാൽ എന്താണ്, ബ്രാഹ്മണന്മാരെ അവരുടെ ആണുങ്ങളെല്ലാം സഹോദരന്മാരെയും അച്ഛന്മാരെയും ഭർത്താക്കന്മാരെയും കഴുത്ത് കണ്ടിച്ചിട്ട് അവരെ സ്ത്രീകളെ ബലാത്കാരം ചെയ്യാനും അവരെ കിഡ്നാപ്പ് ചെയ്യാനും ലൈലങ്ക അടിമകളായിട്ട് പിടിക്കുന്നതാണ് എന്താണ് ഒരു ഖലീഫ എങ്ങോണ്ട് അപ്പുറത്ത് ടർക്കിന്ന് മാറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ആ പേരും പറഞ്ഞുകൊണ്ട് അവരുടെ ഇടം നമ്മുടെ ഗ്രന്ഥത്തിൽ എഴുതിക്കുന്ന കാര്യം നടപ്പാക്കാൻ പറ്റിയ സമയം. ഇതാണ് മുസ്ലിങ്ങൾ. അതിന് കൂട്ടിയിരിക്കുന്നവരാ. ഇപ്പം മുഹമ്മദ് റിയാസ് ഒരു ലൂപ്പ് ഹോളാണ്. ലൂപ്പ് ഹോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിങ്ക് പിണറായിജിയിലുള്ള ലിങ്ക്. ഈ ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമും കമ്മ്യൂണിസവും ചേരത്തില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, കാര്യം നടത്താൻ കഴുതക്കാലം എന്ന് പറയും പോലെ പിന്നെ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടിയാലേ കമ്മ്യൂണിസ്റ്റുകാർക്കും ഭരിക്കാക്കുള്ളൂ. അപ്പോൾ ഇവർ തമ്മിലൊരു ലിങ്കാണ്. പിന്നെ വേറെ കാര്യമുണ്ട്, പണ്ട് സെക്കൻഡ് വേൾഡ് വാർ സംഭവിച്ചത് എന്താണ്, ആദ്യം റഷ്യയുടെ സഹായം തേടി, മനസ്സിലായില്ലേ, ഈ ജർമ്മനി തേടി. പിന്നീട് അവർക്ക് മനസ്സിലായി ശരിക്കും പറഞ്ഞാൽ അവർ നിരീശ്വരവാദികളാണ്. അപ്പം നിരീശ്വരവാദികളുണ്ട് ഈ സഹായിച്ചവരെ തന്നെ ഒതുക്കുക. അങ്ങനെ റഷ്യ അപ്പുറത്തും ജർമ്മനി ഇപ്പുറത്തും. അങ്ങനെ ഇറ്റലി, ജപ്പാൻ, ജർമ്മനി ഒരു ഘട്ടമായി. അവസാനം ആര് തോറ്റു ആര് ജയിച്ചു എന്നുള്ള ചരിത്രം തന്നെ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുസ്ലിങ്ങൾ അവരും നമ്മൾ യോജിച്ച് പോകത്തില്ല. പക്ഷേ എങ്കിലും കാര്യം കണകൊണ്ട് വന്ന് നിൽക്കുന്നേ ഉള്ളൂ. മുസ്ലിങ്ങളുടെ ഒരു സ്വഭാവം എന്താണെന്ന് അറിയാം, കാര്യം കിട്ടി കഴിഞ്ഞാൽ അവരെ കൂടെ നിൽക്കുന്നവരെ ആദ്യം വിഴുങ്ങും. അതൊക്കെ ഈ പിണറായി വിജയനും മുസ്ലിങ്ങളും അതുപോലെ കമ്മ്യൂണിസ്റ്റുകാരും മനസ്സിലാക്കിയേക്കണം. കൂടെ നിൽക്കുന്നവരാണ് അവന്മാർ ആദ്യം വിഴുങ്ങും. പിന്നെ ഒരു കാര്യമുണ്ട്, മുസ്ലിങ്ങളുടെ സ്വഭാവം എന്താണെന്ന് അറിയാം, തക്കിയ. ഞാൻ പറഞ്ഞില്ല, ഒന്നാമത്തെ മുസ്ലിങ്ങൾ വെള്ളം ചേർക്കാത്ത താലിബാൻ പോലെ ക്രൂര മുസ്ലിങ്ങൾ. രണ്ടാമത്തെ മുസ്ലിങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കാര്യത്തിന് തക്കിയ പറയാം. അതായത് ഒരു യുദ്ധത്തിലും പരസ്പരം രഞ്ജിപ്പുണ്ടാക്കാനും കുടുംബജീവിതത്തിലും തക്കിയ. അതായത് എന്താണ്, എന്തെങ്കിലും ചതിയോ അങ്ങനെ വേറെ കാര്യമല്ല. മനസ്സിലാകുന്നുണ്ടോ? ഫോർ ബദൻ ഇഹോൻ കാവൽപട്ടി സ്റ്റാൻഡ് ഫാസ്റ്റ് ഓൺ ദി ലിബർട്ടി ഓഫ് ദി ക്രൈസ്റ്റ് ആൻഡ് ബി നോട്ട് എന്നെങ്കിലും ഒക്കെ ഉണ്ട്. 3 കാര്യത്തിന് ഇതൊക്കെ അറിയാം.
ഇപ്പം കുടുംബജീവിതത്തിൽ തക്കിയ പറയാം, പിന്നെ ജനങ്ങളുടെ ഇടയിൽ രഞ്ജിപ്പുണ്ടാക്കാനും അതുപോലെ തന്നെ യുദ്ധത്തിലും അവർക്ക് തക്കിയ, അതായത് ഒരു ചതിയോട് കൂടിയ കള്ളം പുള്ളിംഗ് ഡൗൺ ഓഫ് സ്ട്രോങ്സ്, ഈ എന്താണ് പുള്ളിംഗ് ഡൗൺ ഓഫ് സ്ട്രോങ്സ്, ചതിയോട് കൂടി കള്ളം പറയുന്നതാണ് പുള്ളിംഗ് ഡൗൺ ഓഫ് സ്ട്രോങ്സ് ക്യാൻസലാണ്. ഈ മുസ്ലിങ്ങളുടെ ഈ അവരുടെ, ഞാൻ പറയുന്നുണ്ട് പറയുന്നില്ല, ഇപ്പം നമുക്ക് ഈ വ്യക്തികളോട് വിരോധമില്ല, ഞാൻ പറയുന്നുണ്ട് നമുക്ക് വ്യക്തികളോട് വിരോധമില്ല, പക്ഷേ ഇവരുടെ ഫോർബദനീഹങ്കൾപടി അവരുടെ ഐഡിയോളജിയുണ്ട്. അപ്പം ഇവര് പ്രയോഗിക്കുന്ന തത്വം എന്ന് വെച്ചാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. അപ്പം ചതിയോട് കൂടിയ ഒരു കള്ളം പറഞ്ഞാണ് ഇവരെന്ത് ചെയ്യുന്നത്, സുഹൃത്തുക്കളായിട്ട് കൂടെ കൊടുക്കുന്നത്. രണ്ടാമത്തെ കാറ്റഗറി ഇതാണ്. മൂന്നാമത്തെ കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർബദനിൽ മട്ടി നമ്മുടെ മാഹീനം കളിക്കില്ല, അനിമാവൻ്റെയൊക്കെ ഫ്രണ്ട് എന്നുള്ളവര്, അതായത് ഖുറാനും വായിച്ചിട്ടില്ല, മതവും ഇല്ല, എന്തോന്നിടയാനി കുറച്ച് നീ സിഗർത്ത് കൊണ്ടുപോടെ, അങ്ങനെയൊക്കെ ഉള്ളവരെ നമ്മൾ പേടിക്കേണ്ടായിരില്ല. മൂന്നാമത്തെ കാറ്റഗറിക്കാരൻ അങ്ങോട്ട് ഇടപെട്ടോ, അവരെ ഇടപെട്ടോ. പക്ഷേ ഒന്നാമത്തെ കോൺസെൻട്രേറ്റഡ് മുസ്ലിംസും പിന്നെ രണ്ടാമത് ഈ അഭിനയിക്കുന്ന മുസ്ലിംസും. മൂന്ന് കാര്യത്തെ തക്കിയ പറയാന്ന് പറഞ്ഞല്ലോ. ഏതൊക്കെയാണ്? യുദ്ധം, കുടുംബജീവിതം, ജനങ്ങളുടെ ഇടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ. അപ്പം ചതിയോടുകൂടി ഒരു കള്ളം പറഞ്ഞ് അവർ ജനങ്ങളെ വശീകരിപ്പാൻ, പുള്ളിംഗ് ഡൗൺ, ഇങ്ങനെ ഈ അവരുടെ ചതിയിൽ പെട്ടുപോകാതെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അതിനെ റെസിസ്റ്റ് ചെയ്ത്, അപ്പം ഇവരുടെ ഈ എന്താണ് ഫോർബദനീഹങ്കൾപടി ഇപ്പം 3 കാറ്റഗറി. അപ്പം ഈ 3 കാറ്റഗറി ഉള്ളതിൽ ഒന്നാമത്തത് നമ്മൾ താലിബാൻ, നമുക്ക് ബെസ്റ്റ് എക്സാമ്പിൾ പേപ്പർ എടുത്ത് വായിച്ചു നോക്കിയാൽ. അപ്പം രണ്ടാമത്തത് ഈ തക്കിയ, ഈ 3 കാറ്റഗറി മനസ്സിലാവുന്നുണ്ട്. ഒന്നും കൂടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചതി പെടാതിരിക്കുക, യുദ്ധത്തിലും കുടുംബജീവിതത്തിലും ജനങ്ങളുടെ ഇടയിൽ രഞ്ജിപ്പുണ്ടാക്കാനും ഫോർബദനീഹങ്കൾപടി, അതായത് ചതിയോടുകൂടി കള്ളം പറഞ്ഞ് ഇവരെ വശീകരിക്കുക, ഇവരുടെ തന്നെ നമ്മൾ റെസിസ്റ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്ത്, മനസ്സിലാവുന്നുണ്ട്, ഫോർബദനീഹങ്കൾപടി. അപ്പം ഇതിനെ നമ്മൾ റെസിസ്റ്റ് ചെയ്ത് ഒപ്പോസ് ചെയ്യണം. അപ്പോൾ അത് രണ്ടാമത്തെ കാറ്റഗറി. മൂന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിംഗ് ഡൗൺ ഓഫ്, നമ്മൾ വീഴാതെ നിങ്ങൾ ഒന്നിലും നമ്മൾ എന്താണ് പതറേണ്ട കാര്യമില്ല. ഫോർബദനീഹങ്കൾപടി, ഹി ഹൂ ഈസ് ഏബിൾ ടു കീപ് യു ഫ്രം സ്റ്റംബ്ലിംഗ്. ഈ ഖുറാനോ അല്ലെങ്കിൽ എന്താണ് മതഗ്രന്ഥങ്ങളൊന്നും വായിക്കാതെ, അതായത് ഒരു ജനറലായിട്ട് നടക്കുന്നവർ നമ്മൾ പേടിക്കേണ്ടതില്ല. പക്ഷേ ആദ്യത്തെ 2 കൂട്ടരെയും പുള്ളിംഗ് ഡൗൺ ഓഫ് സ്ട്രോങ്സ് നമ്മൾ വെറുക്കണ്ട. ഫോർബദനീഹങ്കൾപടി നമ്മൾ ഫോർബദനീഹങ്കൾപടി പുള്ളിംഗ് ഡൗൺ ഓഫ് സ്ട്രോങ്സ് നമ്മൾ ഫോർബദനീഹങ്കൾപടി നമ്മൾ വെറുക്കേണ്ട അറിയില്ല. പക്ഷേ അവരെ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നമ്മൾ നിർത്തുന്നത്. അപ്പം നമ്മൾ തന്നെ പറയും, എന്താണ് ഇയാൾ എന്തിനാ വന്നത്, വെളിച്ചെണ്ണ വാങ്ങിക്കാനേ, നിൽക്കി അവിടെ ഫാമിലി ഡീറ്റെയിൽസും കൂടുതലൊന്നും അറിയണം. നമ്മൾ അങ്ങോട്ട് പോകുമ്പം പണ്ടിത്തുള്ള പലായനം ബോംബിടാനല്ലേ, തട്ടിക്കൊണ്ടുവരല്ലേ, അത് വേണ്ട അവിടേക്ക് നമ്മളെ അരിയാരും കഴിക്കുന്നവർ. ഷാ ബേക്കറിയാലും കൊള്ളാം, മലയാളം ഏത് ബേക്കറിയാലും കൊള്ളാം, ഞങ്ങളുടെ ചതിയും വഞ്ചനയും ഇങ്ങോട്ട് വേണം. പക്ഷേ മൂന്നാമത്തെ കാറ്റഗറിയുള്ള ആളുകൾ നമുക്ക് എപ്പോഴും ആൾവേസ് വിളിക്കും. ഒരു കാലത്ത് ഇവരെ ഫുൾ ടൈം വിശ്വസിക്കാൻ പാടില്ല. ഇവരെ നമുക്ക് വേറെ ഒരു മതത്തിലും ഇങ്ങനെ ഈ മതത്തിൽപ്പെട്ട അല്ലാത്തവരെ കൊല്ലാനോ ചതിക്കാനോ എന്നവർ പറയുന്നത്. ഈ മതത്തിൽ ഇതിന്റെ അടിസ്ഥാനം തന്നെ ചതിയുടെയും ചതിയോടുകൂടിയ കള്ളത്തിന്റെ അടിസ്ഥാനമാണ് ഈ മതം എന്ന് പറയുന്നത്. ഒരു കാര്യം പറയട്ടെ, ഈ താലിബാൻ എന്ന് പറയല്ലേ, കേട്ട സംഘടന 1979 അവരുടെ സ്ത്രീകളുടെ ആ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് നോക്കണം, ആ വർഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഒരു കാലഘട്ടത്തിൽ ഈ സ്ത്രീകൾ ഇന്നത്തെ പോലെ മോഡേൺ വസ്ത്രത്തിൽ സ്വതന്ത്രമായിട്ട് നടന്നു. അടുത്ത വർഷം തൊട്ട് അവർ എന്താണ് ചാക്കിനകത്ത് പഴം പഴിപ്പിക്കായിരുന്നു, കണ്ട സങ്കടം വരും. പിന്നീട് ഈ അമേരിക്ക ശരിക്കും പറഞ്ഞ് ബാക്കിയുള്ള അമേരിക്ക താലിബാൻ ഇങ്ങനെയുള്ള കാര്യത്തിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു 2001 വരെ 96-2001 വരെ താലിബാൻ കയറിയെങ്കിലും പിന്നീടുള്ള 20 വർഷം സ്വതന്ത്രമായ കാലഘട്ടമായിരുന്നു. അമേരിക്കൻ സൈനികർ പിൻവലിഞ്ഞില്ലെങ്കിൽ ഇപ്പോഴും അവിടെ യൂണിവേഴ്സിറ്റിയും പെൺ വക്കീലന്മാരും പെൺ ജഡ്ജിമാരും പെൺ ഡോക്ടർമാരും അവർ ഈ മുസ്ലിങ്ങൾ സ്ത്രീകളെ കാണുന്നത് എങ്ങനെയെന്ന് അറിയാമോ? അതായത് ഈ ലൈലങ്ക അടിമകളായിട്ടും കൃഷിയിടങ്ങളായിട്ടാണ് കാണുന്നത്. 223. ഞാൻ കുറച്ച് പഠിച്ചുകൊണ്ടാണ് ഇപ്പോൾ. മാത്രമല്ല നിങ്ങളോട് അവർ അനുസരണക്കേട് കാണുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരെ അങ്ങനെ നിങ്ങൾ അനുസരണക്കേട് കാണിക്കണമെന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തന്നെ അവരെ കയ്യേറ്റം ചെയ്യാനും അവരെ പുള്ളിംഗ് ഡൗൺ ഓഫ് അടിച്ച് അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാനുള്ള ഒരു ഓപ്ഷനാണ് ചെയ്യുന്നത്. 4-34 എടുത്ത് വായിച്ചു നോക്കിയാൽ ഞാൻ ഇതൊക്കെ പഠിച്ചുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടാണ് പറയുന്നത്. പിന്നെ 5-33 മനസ്സിലാവുന്നുണ്ട്, അവരെ ക്രൂശിക്കണമെന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ശരിക്കും നോക്കുമ്പോൾ നമുക്ക് ഇവരുടെ വേറെ കാര്യം ഞങ്ങൾ കാണിച്ചു, ഒരു കാര്യം കാണിച്ചു തരാം. ഇത് ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പേടിച്ചു, ഒറ്റ വാക്കി പറഞ്ഞാൽ പേടിച്ചു. ഞാൻ ഇതുപോലെ ഒരു വീഡിയോ ചെയ്യുന്ന ആളാണ്. അപ്പം ഞാൻ ഇടയ്ക്ക് ഒരാൾക്ക് ഒരു കാര്യം ചെയ്തതിൽ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഴപ്പമില്ല, ഈ ഒരു കാര്യം കേട്ടണേ. അതായത് ഖുറാൻ 2 ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സ്റ്റേ ദ അൺബിലീവേഴ്സ് എന്താണ് യു ഫൈൻഡ് ദം എന്ന് വെച്ചാൽ നിങ്ങൾ അവരെ മാക്സിമം ഉപദ്രവിക്കുക. സൂറ 2 പറയുന്നു. സൂറ 2 191 151 ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ 3:28 പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മുസ്ലിം മസ്റ്റ് നോട്ട് ടേക്ക് ദി ഇൻഫിഡൽ സെൽഫ് ഫ്രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിശ്വാസികളെ സുഹൃത്തുക്കളായിട്ട് സ്വീകരിക്കുക. തെളിവ് വെച്ചാൽ ഞാൻ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണ് 3:85, പിന്നെ 8:23, 8:12,
മനസ്സിലാവുന്നുണ്ടോ? 5:32, 5:33 ഇങ്ങനെയുള്ള വാക്യങ്ങൾ. പിന്നെ ഖുർആൻ അങ്ങനെ എത്ര 47:4, പിന്നെ അതുപോലെ തന്നെ 22:19. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അതിനെ കുറിച്ച് ഡീൽ ചെയ്യണം. ഞാൻ ഇതൊക്കെ ഇങ്ങനെ സ്റ്റഡി ചെയ്ത് യൂട്യൂബ് ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ വായിക്കാറുണ്ട് ഇടയ്ക്ക്. അപ്പോൾ നമ്മൾ ഈ സമയമുള്ളപ്പോഴൊക്കെ വായിക്കുന്നത് മനസ്സിലാവും. പക്ഷേ ഇതിനെപ്പറ്റി ആരും അല്ല ബോധവാന്മാരാവണം. ആവണം. അങ്ങളെ ഒരു കാര്യമുണ്ട്, ബോധവാന്മാരല്ലേ പറ്റുന്നെന്ന് അറിയാം. കാല് വെള്ളത്തോ ഉണ്ടെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? നീങ്ങ പണ്ട് ടിപ്പു സുൽത്താൻ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഹൈദരാലി ടിപ്പുവിനെ കമ്പയർ ചെയ്യുമ്പോൾ ദുഷ്ടത കുറവാണ്. അപ്പോൾ പറയുന്നത് ഇയാളുടെ അപ്പൻ എന്ത് ഭേദോടാ. കാരണം അയാൾ കടത്തുകാരനായിരിക്കും. ഒരു എക്സാമ്പിൾ ഉപമ പറയാണ്. അയാൾ കടത്തുകാരായിരിക്കുമ്പോൾ എന്താണ് കാലം നനയുന്ന പാദം നനയുന്ന രീതിയിൽ അയാൾ കടവിലടുപ്പിക്കത്തുള്ളൂ. പക്ഷേ ഇയാളുടെ മകനെ ടിപ്പു സുൽത്താൻ എന്ത് ചെയ്യുന്നു? ഇയാളാണ് വള്ളം തുഴയുന്നെങ്കിൽ നമ്മളെ പാദം മാത്രമല്ല മുട്ട് വരുന്നത്. പക്ഷെ ഇയാളുടെ മകന്റെ മകൻ വരുമ്പോൾ ഇടുപ്പ് വരുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ നല്ലവനാരാണ്? ഹൈദരാലി. അയാൾ കാലല്ലേ നനയ്ക്കുന്നുള്ളൂ. എടാ കാരണം ഇവൻ 200 പേരല്ല 100 പേരല്ല ബലാത്സംഗം ചെയ്തു. പക്ഷെ ടിപ്പു സുൽത്താൻ അങ്ങനെയല്ല. ടിപ്പു സുൽത്താൻ പിന്നെ ബാബർ ചെയ്തത് എന്താണ്? ബാബർ ചെയ്തത് ഈ അയോധ്യയിലെ ക്ഷേത്രങ്ങളെ പിടിച്ചടക്കി. ഇവരെ ഗ്രന്ഥത്തിൽ പറയുന്നു 1524 അതാണ് എന്ത് ചെയ്യുന്നത്, അവന്മാർ പിടിച്ചടക്കി. പിന്നെ കുറെ കാലം പിന്നെ അവിടെ ക്ഷേത്രവും ഇല്ല, ഒന്നും വേറെ ആളുടെ വിശ്വാസത്തിൽ കയറി ബലാത്കാരം ചെയ്യുന്ന കാര്യം എന്താണ്. പിന്നെ ബ്രിട്ടീഷുകാർ വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, 1992 വരെ ഹിന്ദുക്കൾക്ക് കാത്തിരിക്കേണ്ടി വന്നു. അതിനെ പൊളിച്ച് ഹിന്ദു ക്ഷേത്രമാണ്. അതിനാണ് ഇപ്പൊ മോഹൻലാലിനെ വിളിച്ചേക്കുന്നത്. അതിന് ഈ കമ്മികളും സുഡാപ്പികളും പോണ്ടെന്നുള്ള രീതിയിൽ സപ്പോർട്ട്. ഇതൊന്നും നമ്മൾ അറിയാതിരിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? ചരിത്രങ്ങൾ അപ്പൊ ഒരു കാര്യമുണ്ട്, നിങ്ങളൊരു കാര്യമുണ്ട്. പിന്നീട് എന്ന് വെച്ചാൽ ടിപ്പു സുൽത്താൻ ഇതുപോലൊരു ക്രൂരൻ. അപ്പം അങ്കിൾ പറഞ്ഞില്ലേ പ്രതികരിക്കണ്ടെന്ന്. പക്ഷെ ഒരു കാര്യം, പ്രതികരിക്കണം. പ്രതികരിച്ചില്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയോ? പണ്ടൊരു സിനിമ ഉണ്ടല്ലോ, മറ്റേ ശങ്കരാടി പറയും, ഇപ്പൊ നീ പ്രതികരിച്ചില്ലെങ്കിൽ മോനെ ഈ കടുവ നിനക്ക്. അപ്പം എന്താണ് സന്മനസ്സുള്ളവർക്ക് സമാധാനം. മോഹൻലാൽ എനിക്കുണ്ടാ പ്രതികരിക്കടാ വാടാ. അപ്പൊ തിലകൻ എന്ത് ചെയ്തു? ഉള്ളതും കൊണ്ട് ഓടി കേലേരി വെച്ച് വന്നു. ജയറാം പറഞ്ഞ എന്താണ്, തന്നോട് പോരാടാ ഞാനുണ്ട്, തന്നോട് പറയാൻ ഞാനുണ്ട് എന്നുള്ള അർത്ഥത്തിൽ എന്ത് ചെയ്യാൻ അങ്ങനെ പറഞ്ഞ ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ, നിങ്ങൾ കീരയിലെ അച്ഛനോട് കളിക്ക്, അവൻ നമ്മൾ സുഹൃത്തുക്കളല്ലേ, എന്തപ്പാ ഇത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? എവരെ സുഹൃത്തുക്കളായി. ഞാൻ പറഞ്ഞു മോനെ പബ്ലിക്കായിട്ട് നാട്ടിക്കല്ലേ. അപ്പൊ പറഞ്ഞു തന്നോട് പോരാടാ ഞാനുണ്ടെന്ന് ജയറാം പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അത് പട്ടി മുടക്കി. കാരണം ഇത് വച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ അവസാനം ഇടുപ്പിക്കയറും, കാലിൽ നിന്ന് ഇടുപ്പ്, പിന്നെ ഇവിടെ കയറും, പിന്നെ കഴുത്തിക്കയറും. മൂക്ക് വരെ അങ്കിളിന് പറ്റും. ശ്വസിക്കണമെങ്കിൽ എന്താണ് മൂക്ക് വേണം. മൂക്കിന് മേളായി കഴിഞ്ഞാൽ അങ്കിൾ എന്ത് ചെയ്യും? അങ്കിൾ എന്ത് പറയും? അങ്കിള് പറയുന്നത് വേറൊന്നുമല്ല, സാത്താൻ എന്നെ വിട്ടു പോകും, നിന്നെ ഞാൻ ഒഴിപ്പിക്കും. പക്ഷെ അവസാനം പിന്നെ കതിരിന്മേൽ വളം വെച്ചു. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴേ എന്ത് ചെയ്യണം? ഇത് പ്രതികരിക്കണം. ഇത് നമ്മളെയും കൂടെ ബാധിക്കുന്ന കാര്യമാണ്. എൻ്റെ മോന് തന്നെ മോറൽ സയൻസ് പഠിക്കണമെന്ന് വെച്ച കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സമൂഹത്തെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം. അപ്പോൾ അത് എന്നെ ബാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് പോവുകയാണെങ്കിൽ അത് ജനങ്ങളെ മൊത്തമാണ് ബാധിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പരോക്ഷമായിട്ടാണെങ്കിലും ബാലിയെ ഒളിയം പെയ്ത് പോകുന്ന ശ്രീരാമനെ പോലെയാണെങ്കിൽ ചിലർ സെക്രട്ടേറിയറ്റിൽ പോയി പ്രതികരിക്കുന്നു, ചിലരല്ലാതെ എന്ത് ചെയ്യുന്നു? പ്രത്യക്ഷമല്ലാതെ പരോക്ഷമായിട്ട് വീഡിയോ ചെയ്തെങ്കിലും പിണറായി വിജയൻ്റെ ഇതിനോടൊരു പ്രതിഷേധവും മുസ്ലിങ്ങളോടും പിണറായി വിജയനോടും നമുക്കൊരു പ്രതിഷേധം എന്ത് ചെയ്യണം? ഇൻഡയറക്റ്റായിട്ട് വീഡിയോ ചെയ്തെങ്കിൽ അറിയിക്കണം. അങ്ങനെ അറിയിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? എന്നിട്ട് ഇവരെ മതഗ്രന്ഥങ്ങൾ, മുസ്ലിം മതം വിട്ടുവാൻ വേറെ ഒന്നും ചെയ്യണ്ട, ഇവരെ ഗ്രന്ഥങ്ങൾ തുറന്നങ്ങ് എക്സ്പോസ് ചെയ്താൽ അങ്ങനെ വേറെ മുസ്ലിം മതം വിടാൻ വേറെ ഒന്നും ചെയ്യണ്ട. ഖുർആൻ എടുത്തങ്ങ് വായിച്ചാൽ മാത്രം മതി. അങ്ങനെയാണ് പല യുക്തിവാദികൾ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് വായിച്ചിട്ടുള്ള പല എക്സ് മുസ്ലിംസാരാണ് യുക്തിവാദികൾ. അവരെന്ത് ചെയ്തു? അവർ വേറെ ആരും അവരൊക്കെ ബ്രെയിൻ വാഷ് ചെയ്യല്ല, ഖുർആൻ തന്നെ എടുത്തങ്ങ് വായിച്ചു. അപ്പോൾ അതിന് നോക്കിയാൽ പരസ്പര വൈരുദ്ധ്യം. പിന്നെ വൈരുദ്ധ്യം വേറൊന്നും കാര്യം. എൻ്റെ അങ്കിളിൻ്റെ ഒരു കാര്യമുണ്ട്, സഹീ അൽ ബുഖാരി, സഹീ അൽ മുസ്ലിം എന്ന് വായിച്ചു നോക്കും. എൻ്റെ അറിവ് ശരിയാണ്, 159 വായിക്കുമ്പോൾ ഈ ശാസ്ത്രം കയറാത്ത ശാസ്ത്ര അബദ്ധങ്ങൾ പറയുന്നത്. അങ്കിൾ എന്താ പറയുക? എർത്ത് ഈസ് റൗണ്ട്, മാത്രമല്ല ഹീലിയോസെൻട്രിക് ആണ്. സൂര്യൻ അസ് ദി സെന്റർ, എർത്ത് മറ്റ് പ്ലാനറ്റ്സ് സണ്ണ് റൊട്ടേറ്റ് ചെയ്യുന്നു. ഇവർ പറയുന്നത് എന്താ അറിയാം? സൂര്യൻ രാവിലെ ഒരു സ്ഥലത്ത് നിന്ന് ഉദിക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? അസ്തമിക്കാറാകുമ്പം അള്ളാഹുവിനെ സുജൂദ് ചെയ്യാൻ പോകും. വേറെ പണിയില്ല സൂര്യൻ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അയാളുടെ കാലിൻ്റെ ഇടയിൽ കയറി ഇങ്ങനെ ആ ഗോത്രദേവന്റെ കാലിൽ ഒളിച്ചങ്ങിരിക്കണം. എന്നിട്ട് ആ ഗോത്രദേവൻ പറയുന്നു, ഡേയ് എഴുന്നേക്ക്, രാവിലെ നീ വന്നെടുത്ത് തന്നെ മടങ്ങി പോടെ എന്ന് പറഞ്ഞിട്ട് അവൻ പോയി പഴയതുപോലെ എന്ത് ചെയ്യും? ഉദിച്ചു വരുമോ? എന്തൊരു ശാസ്ത്രീയ അബദ്ധമാണെങ്കിലേ ഇതൊക്കെ പറയുന്നത്. ആഴക്കടലിന്റെ ശാസ്ത്രം 24-40 എടുത്ത് വായിച്ചു നോക്കുമ്പോഴത്തേക്ക് അങ്കിളൊന്ന് മനസ്സിലാക്കണം. MM അക്ബർ പറയുന്ന ശാസ്ത്രീയ അബദ്ധം. അങ്കിളെ ഒരു കാര്യമുണ്ട്, ഓഷ്യന്റെ സർഫസിനും അതുപോലെ തന്നെ സ്കൈക്കും ഇടയ്ക്ക് ലൈറ്റാണ് നേർക്കറിഞ്ഞുകൊടുത്ത പകൽ സമയത്ത്. അങ്കിളെ ദാറ്റ് ഈ സൺലൈറ്റ് സോൺ. അത് സൺലൈറ്റ്. ഇനി അത് സൺലൈറ്റ് സോണിന്റെ തൊട്ട് മേളിൽ സൺലൈറ്റ്. പിന്നീട് ഒരു 200 മീറ്റർ വരെ, 200 മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൺലൈറ്റ് സോണാണ്. പിന്നെ അതിനുശേഷമുള്ള കുറച്ച് ദൂരം എന്ന് വെച്ചാൽ ട്യൂലൈറ്റ് സോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക്നെസ് ലൈറ്റും കൂടെ ചേർന്നാണ്. പിന്നീട് അതിനുശേഷമുള്ള സോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴക്കടൽ. അവിടെ കൈ മാത്രമല്ല ഒരു വസ്തുവിനും കാണാൻ പറ്റില്ല. ബിക്കോസ് ലൈറ്റ് ഇല്ലാതെ നമുക്ക് ഒരു വസ്തുവിനെ ഫിസിക്സ് പഠിച്ചിട്ടുണ്ട് ഒന്നിനും കാണാൻ പറ്റില്ല. അതൊരു അത്ഭുതമല്ല. മനസ്സിലായില്ലേ? ഇതിനൊക്കെ വിരുദ്ധമായിട്ടാണ് ഖുർആനിൽ ശാസ്ത്രീയ അബദ്ധം പറഞ്ഞത്. പിന്നെ കോൺട്രാവേഴ്സിയാണ്. ഒരിടത്ത് പറയുന്നു അവൻ വെള്ളം ഇറക്കി തരുന്നു,
മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നാം എന്നും അവനെന്നും അവരെന്നൊക്കെ പറയും. അതായത് വെള്ളം ഇറക്കി തരുന്ന ഒരാൾ, പിന്നെ വിത്ത് മുളപ്പിക്കുന്നത്, ചെടികൾ മുളപ്പിക്കുന്ന ഒരാൾ. അപ്പൊ ആരാണ്? അപ്പൊ 2 ദൈവമല്ലേ. പിന്നെ സൂറ 37 ഞാൻ കുറെ പഠിച്ചോണ്ടറിയുന്നത് 125 സൃഷ്ടാക്കളിൽ ഉത്തമൻ. നല്ല കാര്യങ്ങൾ സൃഷ്ടിച്ച അള്ളാഹുവും തീയ മൃഗങ്ങൾ, അതായത് കുറുനരി, പിന്നെ അതുപോലെ വൈൽഡ് ആനിമൽസ്, സിംഹം, കടുവ, ഹിന്ദിയിൽ ബാധ എന്ന് പറയും, ഇതിനെയൊക്കെ സൃഷ്ടിച്ചത് ഇബിലീസാണ്. അതെന്താ അയാൾക്ക് പറ്റൂലേ? എല്ലാ മൃഗങ്ങളെ ഒന്നിച്ച് അയാൾക്ക് സൃഷ്ടിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പൊ സൃഷ്ടാക്കളിൽ ഉത്തമൻ എന്ന് പറഞ്ഞാൽ അർത്ഥങ്ങളാണ്. പക്ഷെ ഒന്നിലധികം സൃഷ്ടാക്കളുണ്ട്. അതിൽ എന്താണ് ഉത്തമൻ ഒരാളുണ്ടെന്നെല്ലാം കളക്ടർ, എന്നിട്ട് അവരത് മറച്ചു വെച്ചിട്ടാണ് അവർ ഏകദൈവം എന്ന് പറയുന്നത്. എന്തൊരു ഉടായ്പങ്ങളെ പരസ്പരമായിട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു പുസ്തകമാണ്. എല്ലാവർക്കും അറിയാലോ, അത് അറിയാത്തവർക്ക് അറിയാം. ഈ ഖുർആൻ എന്ന് പറഞ്ഞത് ഞാൻ സൗദി അറേബ്യയിലും സൗദി അറേബ്യയിൽ നിന്ന് പോയില്ലെങ്കിലും ഈ ലോക്ക്ഡൌൺ കാലഘട്ടം മനസ്സിലാവുന്നുണ്ടോ? ഉർവശി ശാപമൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പ്രയോജനപ്പെടുത്തി. ഞങ്ങളത് കാണാനുണ്ടല്ലോ. പിന്നെ ഹിന്ദു മതത്തിലെ ഒരു കാര്യം എന്ന് വെച്ചാൽ ബ്രാഹ്മണിസം. ഈ ആര്യന്മാര് കുടിയേറി വരുന്നതിന് മുമ്പ് ഹിന്ദു ബ്രാഹ്മണന്മാർ പറയട്ടെ, ബ്രാഹ്മണന്മാർ വരുന്നതിന് മുമ്പ് നമ്മൾ ഒരു പ്ലേറ്റില് പുലയന്മാരെന്നോ ബ്രാഹ്മണന്മാരെന്നോ നായന്മാരെന്നോ ക്ഷത്രിയന്മാരെന്നോ പറയന്മാരെന്നോ ഭേദമാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. ബ്രാഹ്മണന്മാർ വന്നു, അത് വേറെ ദൈവം. അതിനെയാണ് ഇവർ ഹിന്ദുക്കളെ സനാതന ധർമ്മം. സനാതനം ഒന്ന് എന്നേക്ക് നിലനിൽക്കുന്നതാണ്. ഇതാണോ നിലനിൽക്കേണ്ടെങ്കിൽ? ഇപ്പം എഡ്യൂക്കേഷൻ വന്നതോടുകൂടി അതങ്ങ് ഇംഗ്ലീഷ് മിഷണറിമാർ, ബ്രിട്ടീഷുകാർ വരെ എഡ്യൂക്കേഷൻ മിഷണറിമാർ വരെ ഇവരുടെ കോൺട്രിബ്യൂഷൻ വന്നപ്പോൾ എന്ത് ചെയ്തു? ഇവർ ആളുകൾക്ക് ബോധം വെച്ചു. അതുകൊണ്ടാണ് മിഷണറിമാരെ കണ്ടുകൂടാത്തത്. അവരെന്ത് ചെയ്തു? പഠിപ്പിച്ചു. പിന്നെ മാത്രമല്ല, നമ്പൂതിരി ആദ്യം ഒരു സ്ത്രീയുമായിട്ട് ഫസ്റ്റ് നൈറ്റ് ചെയ്തിട്ടേ നായന്മാർക്കും മറ്റവർക്ക് പറ്റി. എന്തൊരു ദുഷ്കൃതങ്ങളെ. പിന്നെ ഇന്ത്യൻ യൂണിയൻ വരുന്നതിന് മുമ്പ് ഓരോ നാട്ടുരാജ്യങ്ങളായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ അപ്പം അങ്ങനെയൊക്കെയുള്ള തന്നെ ബ്രിട്ടീഷുകാർ ചെയ്ത ഒരു ഉപകാരമാണ്. എല്ലാം കൂടെ യോജിപ്പിച്ചു ഇന്ത്യൻ യൂണിയൻ ആക്കി തന്നു. പിന്നെ നമുക്കൊരു നല്ല ഇന്ത്യൻ പീനൽ കോഡ് വന്നു. പക്ഷെ അവർക്കെതിരെയാണ്, അവർക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഇന്ത്യൻ പീനൽ കോഡിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ടോ? കടുത്ത പണിഷ്മെന്റ് ആണ്. എനിക്ക് അതിനോട് ഒരു യോജിപ്പില്ല. നിരപരാധികളെ ശിക്ഷിക്കപ്പെടും. പക്ഷെ ഒരു കാര്യമുണ്ട്, ബ്രിട്ടീഷുകാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ബ്രാഹ്മണിസം, ബ്രാഹ്മണന്മാർ മുറജ പോകുന്ന ഒരു ജോലിയും ചെയ്യാതെ ഭക്ഷണം കഴിക്കാതാണ് അവന്മാരുടെ കാര്യം. എന്നിട്ട് താഴ്ന്ന ജാതിയുള്ള ആളുകൾ പണിയെടുക്കും, അവർക്ക് വേണ്ടുന്ന വേജസ് കിട്ടുന്നില്ല. ബ്രാഹ്മണ മേധാവിത്വവും അവരുടെ ആ ഡിസഡ്വാൻറ്റേജ് അതാണ്. പക്ഷേ ഇംഗ്ലീഷ് മിഷണറി വന്നപ്പോഴാണ് അതിനെ പൊളിച്ചെഴുതിയത്. ഇനി വേറെ കാര്യം, ഈ ബ്രാഹ്മണ മേധാവിത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ യവന്മാരുള്ള കാലത്തോളം യവന്മാർ ചുമ്മാ പണിയെടുക്കും. നായന്മാരും വൈശ്യന്മാരും ശുദ്രിമാരും ചെയ്ത് കൊണ്ടുകൊടുക്കും. എന്നിട്ട് ആ പണിക്കാർക്ക് ന്യായമായ പ്രതിഫലം കൊടുക്കൂല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്താണ്, പണ്ട് ചങ്ങമ്പുഴയുടെ വാഴക്കൊല കേട്ടിട്ടില്ലേ? വാഴക്കൊല പഴുത്ത് നല്ല പാകമായിട്ട് വന്നപ്പോഴത്തേക്കും അവർ വെട്ടിയെടുത്തോണ്ട്. അപ്പൊ ഇയാൾ എന്തിനാണ് അധ്വാനിക്കുന്നുള്ള ഫലം വേണ്ടത്? മനസ്സിലാവുന്നുണ്ടോ? അത് വേറെ തന്നെ. അതുകൊണ്ട് സനാതന ധർമ്മം പറഞ്ഞ വേറെ വീഡിയോ ചെയ്യേണ്ടി. പിന്നെ മുസ്ലിങ്ങളത് വേറെ രീതി. ഇത് എല്ലാത്തിനെയും ഒരു ശരിക്കും പറഞ്ഞ ഒരു ലൈറ്റ്, ഗോസ്പൽ ലൈറ്റ് വന്നതോടുകൂടിയാണ് മനുഷ്യനൊരു പുള്ളിങ് ഡൗൺ, ഇതൊക്കെ ഒരു മനസ്സിലാവുന്നുണ്ടോ? നമുക്കൊരു ഡാർക്ക്നെസ് എന്നൊരു മോചനം. അതുകൊണ്ടാണ് മിഷണറിമാരെ കണ്ടുകൊടുക്കുന്നത്. പുള്ളിങ് ഡൗൺ ക്രൈസിസിന്റെ ഗോസ്പൽ വന്നതോടെയാണ് ജനങ്ങൾ ഇങ്ങനെയുള്ള ഡാർക്ക്നെസ്സിൽ നിന്ന് ഫ്രീ ആയത്. അവർക്കൊരു എന്താണ് ഫ്രീഡം വന്നതിന് ശേഷം. അതുകൊണ്ടാണ് ആളുകൾ കണ്ടോടത്ത്, എന്നെ പോലും കണ്ടോടത്ത്. പക്ഷെ ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള പിണറായിക്കെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും ഇങ്ങനെയുള്ള സനാതന ധർമ്മം, അതായത് തെറ്റായ സനാതന ധർമ്മത്തിനെതിരെ നമ്മൾ വീഡിയോ ചെയ്തിരിക്കും. കാരണം ഇങ്ങനെ നമ്മൾ പ്രവേശിച്ചില്ല. മനസ്സിലായി? ബ്രാഹ്മണ മേധാവിത്വം. അതുകൊണ്ടാണ് ഈ ബ്രാഹ്മണ മേധാവിത്വം എല്ലാം പോയല്ലോ. പിന്നെ വേറെ കാര്യത്തിൽ ദുഃഖമുണ്ട്. പണ്ഡിത്തുകളുടെ പലയാണ് മുസ്ലിങ്ങൾ ഓട്ടിച്ചു, അതിൽ ദുഃഖമുണ്ട്. പിന്നെ മാപ്പിള ലേലയിൽ സ്വാതന്ത്ര്യ സമരം, ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയ സമരം ഒന്നും അല്ലെങ്കിൽ അത് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയ സമരമല്ലേ. ഇവർ ചെയ്തെന്താണെന്ന് അറിയാമോ? ഇവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ബ്രാഹ്മണന്മാരെ, അതായത് ആരോ ആയിക്കോട്ടെ, ഏത് മതത്തിലെ പെട്ടായിക്കോട്ടെ, അവരുടെ ആണുങ്ങളെല്ലാം കൊന്നിട്ട് സ്ത്രീകളെ അവർ വകപ്പെടുത്തുന്നത്. എന്നിട്ട് ഭാര്യയും കൊന്നതിനെ പിന്നീടാണ് വിസ്തരിക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷുകാരൊന്നും ഇല്ലായിരുന്നെങ്കിൽ അവന്മാർ തന്നെ ഒരു മുസ്ലിം രാഷ്ട്രമാണ്. ബ്രിട്ടീഷുകാർ വന്നതോടെ മുഗൾ സാമ്രാജ്യം തകർന്നു. മുഗൾ സാമ്രാജ്യം തകർന്നതുകൊണ്ടാണ് ഇന്ത്യ ഒരു മുസ്ലിം രാഷ്ട്രം ആവാത്തത്. അല്ലെങ്കിൽ ഈ കാണുന്ന പെങ്ങന്മാരെല്ലാം ചാക്കിനത്തെ പഴം കെട്ടി പഴിപ്പിക്കും പോലെ താലിബാൻ പോലെ വരും. ക്രിസ്തുവിന്റെ ഒരു പവർ ഉള്ളതുകൊണ്ടാണ് അതിൽ നിന്നൊക്കെ നമ്മളെ പിന്നെ നിങ്ങളെ പുള്ളിങ് സ്ട്രോങ് ക്രിസ്ത്യൻസിന്റെ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് പവർ ഉള്ളതുകൊണ്ടാണ് സ്ട്രോങ് ഹോൾഡ്സിനെ ക്യാൻസൽ ചെയ്യാൻ. നമുക്ക് എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ബാധിക്കാത്ത രീതിയിൽ നമുക്ക് എന്താണ് ഒരു ഫ്രീഡവും ഒരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടി. നമ്മൾക്ക് ഒരു രക്ഷ മനസ്സിലാവുന്നുണ്ട്. ഹിന്ദുക്കളൊന്നും മുസ്ലിങ്ങളൊന്നുമല്ല, ആസ് എ ഹോൾ നേഷൻ. നമുക്ക് ഇന്ത്യൻ യൂണിയൻ എങ്ങനെയാണ്, പിന്നെ ഇവിടെ നമുക്ക് എഡ്യൂക്കേഷൻ കിട്ടി. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഈ ലോക്ക്ഡൗൺ കാലം നന്നായിട്ട് പ്രയോജനപ്പെടും. അപ്പൊ അത്യാവശ്യം നല്ല വീഡിയോ ചെയ്യാനുള്ള ഒരു ഞങ്ങളെ പണ്ട് ഞാൻ ഇതൊന്നും അറിഞ്ഞുകൊണ്ടായിരുന്നു. വരും കുറെ എക്ലൈസ് കഴിക്കുമ്പോൾ ഇപ്പൊ അത് മാത്രമല്ല, അല്ല ലോക്ക്ഡൌൺ വന്നപ്പോഴാണ് ജനങ്ങളൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങി. ഞാനൊക്കെ ഒരു യൂട്യൂബറായിട്ട് അതുകൊണ്ടാണ്. ഇപ്പം എൻ്റെ അങ്ങളെ 439 സബ്സ്ക്രൈബേഴ്സ്. പണ്ട് ഇത് ചോക്ലേറ്റ് മാത്രം കഴിപ്പായിരുന്നു. ഇപ്പൊ ചോക്ലേറ്റ് കഴിപ്പ് കുറവൊന്നുമില്ല, കഴിക്കും. അതോടൊപ്പം ചോക്ലേറ്റ് നന്നായിട്ട് കഴിക്കും ക്യാഷ് ഉണ്ടെങ്കിൽ. അതോടൊപ്പം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതോടൊപ്പം ചെയ്യുന്ന യൂട്യൂബ് ചെയ്യും, അതുപോലെ യൂട്യൂബ് വാച്ച് ചെയ്യും, വീഡിയോ ചെയ്യും.
ഒരു കാര്യം കണ്ടാൽ പ്രേക്ഷകർ കുറച്ച് ദൂരം അറിവുണ്ടാവും. മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കും. ഇനിയിപ്പോൾ ഞാൻ ഫിസിക്സ് പഠിപ്പിക്കുമ്പോഴും ആ ഒരു പ്ലാറ്റ്ഫോം ആയില്ല. അങ്ങനെയെങ്കിൽ പതുക്കെ ആ പ്ലാറ്റ്ഫോമിൽ തന്നെ 10 പിള്ളേരെ പിന്നെ ഒരു ജോലിയില്ലെന്നൊരു ഉള്ളൂ, അത് താമസിക്കാതെ കിട്ടും. ഞാൻ UP-യിലൊക്കെ പ്രിൻസിപ്പളായിരുന്നു. ജോലിയില്ലെങ്കിൽ നമുക്ക് UP-യിൽ ഞാൻ പ്രിൻസിപ്പളായിരുന്നു. ടീച്ചിങ് ഉണ്ട്, 2 PG പിന്നെ LLB ഉണ്ട്. UP-യിൽ പ്രിൻസിപ്പൾ അസ്രി BC പ്രിൻസിപ്പളായിരുന്നു. പിന്നെ അതിനു മുമ്പേ ഗ്രൂപ്പിലായിരുന്നു അസ്രി BC UP-യിലാവുന്നതിന് മുമ്പേ ബീഹാറിലായിട്ട് UP പ്രിൻസിപ്പളായിരുന്നു. അത് പിന്നീട് പിന്നെ അതിനുശേഷം രാജസ്ഥാനിൽ പോയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കേരള പബ്ലിക് സ്കൂളിൽ ഇറക്കി. UP-യിലെ പ്രിൻസിപ്പൾ 4ാമത്. പിന്നെ അത് കഴിഞ്ഞിട്ട് രാജസ്ഥാൻ, പഞ്ചാബ്, രാജസ്ഥാൻ, നോർത്ത് വെസ്റ്റ്, അത് ആ ബോർഡറിലുണ്ടായിരുന്നു. അങ്ങനെ പഞ്ചാബികളെ കുറച്ച് അപ്പോൾ LLB എടുത്തു. LLB 2002 കഴിഞ്ഞു. പക്ഷെ വെങ്ങാനൂർ ചന്ദ്രശേഖർ സാറിന്റെ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഇതുപോലെ ഒരു സീനിയർ അഡ്വക്കേറ്റ് വേറെ എങ്കിലും ഞാൻ കയറും. ഈ ഒരു സാമ്പത്തിക അവസ്ഥയൊക്കെ തരണം ചെയ്യും, ഇറങ്ങിയോട്ട് ചിലപ്പോൾ അതിന് മുമ്പേ തന്നെ കയറും. ഞാൻ ഒരു ഫിസിക്സ് ടീച്ചറും കൂടെയാണ്. ഞാൻ ഫിസിക്സ് ടീച്ചറും കൂടെ. അപ്പൊ ഇങ്ങനെയുള്ള അതുകൊണ്ടല്ലേ ജിയോസെൻട്രിക് ഹീലിയോസെൻട്രിക് ഇക്വേഷൻ നിങ്ങളാണ്ടാണ് ഇക്വേഷൻ ഇപ്പൊ പറയാം. പിന്നെ അതുപോലെ തന്നെ BEd കോളേജിലും പഠിപ്പിക്കും. ഇപ്പം എമ്മയുടെ ഒരു ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതുകൊണ്ട് എനിക്ക് BEd കോളേജിലും ടീച്ചേഴ്സിനെ പഠിപ്പിക്കാം. എനിക്കൊരു പാഠം കിട്ടിയത് യൂട്യൂബർ മാത്രമല്ല, ഞാനിവിടെ കോളേജിൽ ഇപ്പൊ 45 വയസ്സ് കഴിഞ്ഞു, കോളേജിൽ വെയിറ്റ് ചെയ്യണം. എവിടെയെങ്കിലും ഈ അറിയാന്നുള്ള കാര്യങ്ങൾ എഡ്യൂക്കേഷനൊക്കെ പറഞ്ഞു കുറച്ച് സ്റ്റുഡൻസിനെ പഠിപ്പിക്കാം. രണ്ടും വേണം നമ്മളെ പഠിപ്പിക്കാൻ. എനിക്ക് ടീച്ചിങ് ഇഷ്ടമാണ്, അതോടൊപ്പം തന്നെ അഡ്വക്കസി ഇഷ്ടമാണ്. എന്തിനാണെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബ് ഇടത്തില്ല. എന്തായാലും 45 എന്തായാലും തന്ന് നമുക്കൊരു ലൈഫ് നന്നായിട്ട് പ്രയോജനപ്പെടും. അത് 100 ആയാലും 110 ആയാലും ചെയ്യുന്ന നമ്മൾ ജീവിക്കുന്ന ആയുസ് ഇങ്ങനെയുള്ള സാമൂഹ്യ തിന്മശക്തികൾക്കെതിരെ പുള്ളിങ് ഡൗൺ സ്ട്രോങ്സ് സാമൂഹ്യ തിന്മശക്തികൾക്കെതിരെ പോരാടുകയും നമ്മൾ എന്ത് ചെയ്യുക, ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യും. ഫോർ ബദനി ഹോണിൽ പറ്റി നമ്മൾ എപ്പോഴും ജോയ് ഒരു സന്തോഷത്തോടെ നമ്മൾ ജീവിച്ച് ഈ സ്ട്രോങ് ഹോൾസിനൊന്നും അടിമപ്പെടാൻ ജീവിച്ചത്. പിന്നെ ഇപ്പൊ അങ്ങനെ മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് അങ്ങനെ കണ്ടത്. കാരണം ഇങ്ങനെയുള്ള ഗാനങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ച് പാരഡി ഞങ്ങൾ വേറെ കാര്യങ്ങൾ ഇതായിരുന്നു മനസ്സിലായി. നിങ്ങളൊരു കാര്യമുണ്ട്, നളചരിതത്തിലെ അതിന്റെ പാരഡിയാണ് മുൻ കേരള മന്ത്രി അപ്പം ഈ ഫാൾസ് പ്രോഫറ്റ് എന്ന് വെച്ചാൽ അപ്പൊ ഈ കള്ളപ്രവാചകന്മാർ അപ്പൊ അതിനെയൊക്കെ ജയിക്കണം. അതുകൊണ്ടല്ലേ പറഞ്ഞു ഈ സർപ്പങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻസൽ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പാരഡി എഴുതണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ഒരു ഗാനം ആദ്യം കേൾക്കണം. ട്യൂണുണ്ട്, പക്ഷെ ആ വരികൾ എങ്ങനെയാണ് പോകുന്നത്, ആ സംഗീത സമയം എങ്ങനെയാണ് അതിനെ ട്യൂൺ ചെയ്ത് അതിനെ ഓർഗനൈസ് ചെയ്ത് അത് ഇതുപോലെ നടക്കുമ്പോൾ എന്താ കേൾക്കാൻ. കേവലം ഫിസിക്കൽ വാക്ക് മാത്രമല്ല, എന്തുകൊണ്ട് കാനനവാസ അങ്ങനെയുള്ള പാട്ടുകളെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പാരഡി ആക്കി കൂടാ. ഞാനൊക്കെ മഹാഭാരതത്തിന്റെ ടൈറ്റിലൊക്കെ ഞാൻ മാറ്റിയല്ലോ, പാരഡി ആക്കി ഓൾറെഡി മാറ്റി കഴിഞ്ഞു. ശബരിമലയുടെ കുറെ പാട്ടുകളൊക്കെ എന്റെ ഇഷ്ടം പോലെ പാരഡി ആക്കി. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്, ഇനി ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക, ഈ റെക്കോർഡ് ചെയ്തതിനെല്ലാം യൂട്യൂബിലോട്ട് പറഞ്ഞ് അപ്ലോഡ് ചെയ്യാൻ നെറ്റുള്ളടത്ത് പോയി നിൽക്കുക. പിന്നെ അത്യാവശ്യം ശബ്ദാനുണ്ട്. ഇപ്പൊ നെടുമുടി പറയും താൻ അങ്ങോട്ട് നീങ്ങിക്കാനെന്താണോ ഈ കാട്ടുന്നത്, എന്റെ ഭരണം ഒരു ഉടായിപ്പല്ലേ. നീ ലാലുവരസന്റെ ആവശ്യം പറഞ്ഞു വിത്തിൻ 48 hours എന്റെ ഭരണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിർവചനമായിട്ട് ചേരുമ്പോൾ ഞാൻ ആ സ്ട്രോങ് ഹോൾസ് ഒക്കെ ഒന്ന് മാറ്റി ഒന്ന് ഫ്രീ ആയിട്ട് നിൽക്കണോ, താനിങ്ങനെ സ്ട്രോങ് ഹോൾസിന് അടിമപ്പെടാതെ. അപ്പൊ ഈ താനിങ്ങനെ സ്ട്രോങ് ഹോൾസിന് അടിമപ്പെടാതെ ഈ പുള്ളിങ് ഡൗൺ സ്ട്രോങ് ഹോൾസ് മനസ്സിലാകുന്നുണ്ടോ. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കലകളെല്ലാം ഞാൻ ഈ സ്ട്രോങ് ഹോൾസിനൊന്നും അടിമപ്പെടാതെ ശത്രുവിന് നമ്മൾ കീഴ്പ്പെടാതെ ഫോർ ബദനികൾ പറ്റി കൺഫ്യൂഷനിൽ നമുക്ക് അതിനെയൊക്കെ ജയിച്ച് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ കഴിവുകൾ പ്രയോജനം. ഇപ്പം ലാലു അലക്സനെ പറഞ്ഞത്, ഇപ്പം KP ഇമ്രാൻ പറയുന്നത് ഞാൻ എന്താണോ ഈ ഞാൻ പിണറായി വിജയന്റെ ഭരണത്തിന്റെ ഒരു അടിമയായി മാറാം സൗദാവിൻ ഞാൻ കുറച്ചും കൂടെ സന്തോഷത്തോടെ ഇരിക്കും. ഈ ഭരണം പുളി മുസ്ലിങ്ങളും ഇതും തമ്മിലുള്ള ടൈപ്പ് തകരുമെന്ന് നമുക്ക് വിശ്വസിച്ചാൽ തൽക്കാലം നമുക്ക് പരോക്ഷമായിട്ട് യുദ്ധം ചെയ്തതിനെ തോൽപ്പിക്കും. പിണറായിയുടെ ഭരണം അധികകാലം ഉണ്ടാവില്ലല്ലോ.
മുസ്ലിങ്ങളുമായിട്ടുള്ള ടൈ. ഇനി ജയന്റെ ഭാഷ പറഞ്ഞ നീ ജയന്റെ ഭാഷ പറഞ്ഞു ജയന്റെ ഭാഷ പറഞ്ഞു അയാളുടെ നവകേരള ബസ് ഒരുപാട് കോടികൾ മുടക്കി ചെയ്തതിന് പകരം കുറച്ച് പാവപ്പെട്ടവർക്കാൾക്ക് വിദ്യാസമ്പന്നർക്ക് ജോലി കൊടുത്തിരുന്നെങ്കിൽ എത്ര കാലം അവർ സംരക്ഷിക്കുമായിരുന്നു. ഇയാൾ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാതെ ആഡംബര വാഹനത്തിൽ കയറിപ്പോകുന്നത്? ചുമ്മാതല്ല, യുവമോർച്ചക്കാരും മറ്റാളുകളും കോൺഗ്രസ്സുകാരും DYFI എന്ന ഗുണ്ടകളെയും ചെയ്യുന്നത്. അയാൾ വിതച്ചതല്ലേ കൊയ്യൂ. ഇയാളുടെ ദുഷ്ടസിംഹാസനത്തിന് അധികമായി ഉണ്ടാവില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം. അങ്ങളെ നമ്മൾ ഭാരപ്പെടാതെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കഴിവുകളെ നമ്മൾ എന്ത് ചെയ്യുക പ്രയോജനപ്പെടുത്തും. അങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെയുള്ള കഴിവുകൾ, ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ആനുകാലിക സംഭവങ്ങളെ അല്ലാതെ അങ്ങള് നോക്കുന്നത് കേവലം കുറച്ച് നെക്ലേസ് മാത്രം കഴിച്ചുകൊണ്ടുള്ള ജീവിതം. അത് വേണം, ആവശ്യത്തിനുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. നടത്തം മാത്രമല്ല, കേവലം ഇങ്ങനെയല്ല മീശത്തൊക്കെ മുഖത്തൊക്കെ ആളുകൾ ഇങ്ങനെ എന്ത് കാര്യം മനസ്സിനും റിലാക്സ് ഉണ്ട്. ക്രിയേറ്റീവായിട്ട് നമുക്ക് ചിന്തിക്കണ്ടെങ്കിൽ ചില ആളുകൾ ന്യൂസ് പിടിക്കാൻ വേണ്ടി ചോദിക്കും, എന്താണ് പിള്ളേ എവിടെ പോണ് മരുമോള് അമ്മ ഇപ്പഴും നല്ല ഇതിൽ തന്നെ ഒരു വീട്ടില് തന്നെ എന്തരേ. അപ്പൊ ഞാൻ പറയാം, എന്റെ പൊന്നാൻറ്റി പോട്ടെ ആൻറ്റി, പാട്ട് ആൻറ്റി ഉണ്ടാങ്കടൊക്കെ ഉള്ള വഴി നേരെ പോട്ടെ ഇടത്തോട്ട് പണ്ട് ജഗദീഷ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആൻറ്റി വലത്തോട്ടം ചോദിക്കാം, അങ്ങനെ ഒഴിവാക്കി. ചില ആൾ ഇങ്ങനെയൊക്കെ ചോദിച്ചു വരും. പിന്നെ മരുമോളും അമ്മയും എങ്ങനെ? ഞാൻ പറഞ്ഞു ആൻറ്റിക്ക് വേറെ ഒന്നുമില്ല, പേപ്പറിൽ ഇത് മാത്രമേ വിഷയമുള്ളൂ, എന്തെല്ലാം വിഷയങ്ങളുണ്ട്. ഈ നേരം കൊണ്ട് ആൻറ്റി ഒരു പിണറായി മനസ്സനായി തീരാൻ ആൻറ്റി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ഇങ്ങനെ ഈ കിടന്ന് അമ്മായിയും മരുമോളെയും കാതോട് കാതോരത്തില് പിന്നെ എന്താ തെറ്റിക്കുന്ന പോലെ. അപ്പൊ കാതോട് കാതോരത്തില് ഞാൻ സീരിയലൊക്കെ കണ്ട് ആസ്വദിക്കേണ്ട ആസ്വദിക്കും, വിമർശിക്കേണ്ട എന്ത് ചെയ്യും വിമർശിക്കും. അത് കണ്ടാലും വിമർശിക്കാം. മരുമോളും നാത്തോനും അമ്മായിയമ്മയും നാത്തോനും ഒരു സെറ്റ്, മരുമോള് വേറെ സെറ്റ്. എന്തിനാണ് ഇങ്ങനെ ആളുകൾ വെറുതെ? മനസ്സിലായില്ലേ? ഒരു മരുമോക്ക് ഒരു ജീവിതം കൊടുക്കട്ടെ, എന്തിനാ അവരെ ആവശ്യമില്ലാത്ത ഇഷ്യൂലൊക്കെ പെടുത്തുന്നത്? ആ ഭർത്താവും ഭാര്യയും സന്തോഷത്തോടെ ജീവിക്കട്ടെ. ഒരു ബ്രാഹ്മണ മേധാവിത്വം ഞാൻ ഇതിനൊക്കെതിരാണ്. അപ്പൂപ്പ ഒന്നാക്കാൻ ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു കാര്യമുണ്ട്, ഈ ഇങ്ങനെ പറഞ്ഞ അപ്പൂപ്പൻ തന്നെ എല്ലാ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ഇങ്ങോട്ട് വാടോ, താൻ എന്തിനാ ആ സാരി ചെളി തേച്ചിട്ട് അതെല്ലാം ഈ മരുമോളെ തലേ കൊണ്ടോ ഇങ്ങോട്ട് മാറി കാണിച്ചേ നീ അതങ്ങ് മാറ്റും എന്നപ്പോന് പറഞ്ഞു. അപ്പൊ സംവിധായകൻ അങ്ങനെ മാറ്റിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ. നിങ്ങളെ പ്രേക്ഷകർ കൂടുതൽ കാണാറുണ്ട്. പ്രേക്ഷകർ കാണാൻ വന്നിരിക്കുന്ന ഈ കാഞ്ചനയുടെ നെഗറ്റീവ് ഭാവം വളരാനല്ല, നെഗറ്റീവിന് അപ്പം തന്നെ ഒരു നല്ല അടി കിട്ടുമ്പോഴെന്ത് ചെയ്യും, കൊള്ളാല. നെഗറ്റീവ് ചെയ്യുമ്പോൾ കൊല്ലത്ത് മണി കിട്ടും, പാടത്ത് പോലെയും മരമ്പത്ത് അല്ലേ, അങ്ങനെ ഒരു പാടത്ത് പണിയും മരമ്പത്ത് പോലെയും അങ്ങനെ എന്തോ ഉണ്ട്. അപ്പൊ അങ്ങനെ ആളുകൾ പെട്ടെന്ന് കാണും ഇത് മരുമോളെയും അമ്മയും. നമ്മുടെ എൻ്റെ മഞ്ചത്തിന്റെ എന്തായാലും കണ്ടേ സന്തോഷം. ഞാൻ ഇതുപോലുള്ള കൂടുതൽ വാർത്ത അപ്ഡേറ്റുമായിട്ട് വീണ്ടും ഞാൻ വിചാരിച്ചു ശരി അങ്ങളെ ശ്രദ്ധിക്കുക, സയന്റിഫിക് ആയിട്ട് ഞാൻ ഇങ്ങനെയല്ല തിരിഞ്ഞു. അപ്പൊ എന്റെ ചെവിയിൽ ഇങ്ങനെ യു കനോട്ട് സീ ദ അതർ ഫേസ് ഓഫ് അല്ലേ, എന്റെ ഫേസിന്റെ ഈ സൈഡ് അങ്കിളിന് ലാറ്ററൽ ഇതായിട്ട് കാണാം. നേരെ മറിച്ച് ഇങ്ങനെയാണ് വന്നിരുന്നെങ്കിൽ ഈ ചെവിക്കാണ് കേൾവി കൂടുതൽ. അങ്കിൾ പറഞ്ഞാ വേറൊന്നും അല്ലടോ, അയാൾ കണ്ടാ മൈൻഡ് ചെയ്യും. പക്ഷെ അയാളുടെ ചെവിയിൽ ബ്ലൂടൂത്ത് കേൾക്കുന്നുണ്ട്. അല്ല, അയാളുടെ ചെവിയിൽ അയാൾ ബ്ലൂടൂത്ത് കേട്ടോണ്ടിരിക്കും. അയാൾ കണ്ടാ മൈൻഡ് ചെയ്യത്തില്ല. അത് ആരെ കണ്ടാലും ആന്റി ആയാലും അങ്കിളായാലും നോക്കണം. അങ്ങളെ അങ്കിളിനാണെങ്കിലും ഞാൻ രണ്ടും ചെയ്യും. അങ്കിളുടെ അറിവിൽ ഏതെങ്കിലും നല്ല സീനിയേഴ്സ് ചതിക്കാത്ത വക്കീലുണ്ടെങ്കിൽ, മുസ്ലിം അല്ലാത്ത വക്കീലുണ്ടെങ്കിൽ ഒന്ന് ലിങ്ക് ചെയ്താൽ വളരെ സന്തോഷം. കുറച്ചാലും നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് പോകാം. ആദ്യത്തെ ഒരു 3-4 വർഷം കൂടെ വന്നിട്ട് പിന്നെ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം ഫിസിക്സും പഠിപ്പിക്കും. ആ പഠിപ്പിക്കുന്ന യൂട്യൂബ് ചാനലിലൂടെ അപ്പൊ പരീക്ഷ എടുക്കുന്ന പിള്ളേരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, കൂടുതൽ വ്യൂവേഴ്സ് വരും. യൂട്യൂബിൽ നിന്നും പണം കിട്ടും. യൂട്യൂബിൽ നിന്നും പണം കിട്ടും. അപ്പൊ നമ്മള് അങ്കിളിന്റെ ചാനൽ അടിച്ചു മാറ്റി അങ്കിളുടെ പിന്നെ എന്താണ് കോപ്പിറൈറ്റ് എടുത്തോണ്ടല്ലോ ഞാൻ പോകുന്നത്. ഞാൻ സ്വന്തമായിട്ടുള്ള ചാനൽ അല്ല, എനിക്ക് സ്വന്തമായിട്ടൊരു കഴിവുണ്ട്. അപ്പൊ എനിക്ക് അങ്കിളുടെ ചാനൽ അടിച്ചു മാറ്റേണ്ട കാര്യം എന്റെ ചാനലിൽ നിന്ന് ആവശ്യത്തിന് വരുമാനം കിട്ടുമല്ലോ.
ഇഷ്ടം പോലെ കിട്ടും. ഇപ്പൊ അങ്കിളിന്റെ പണം അടിച്ചു മാറ്റിയിട്ട് എനിക്കെന്താ അത് എനിക്ക് തന്നെ യൂട്യൂബിൽ നിന്ന് ആവശ്യത്തിന് പണം കിട്ടുമ്പോൾ അത് തന്നെ ധാരാളം. അത് മതി. വേണമെങ്കിൽ അങ്കിളിന് ഒരു ഉഴുന്നോടെ വേണം എങ്ങോട്ടെത്തി. അപ്പോൾ അങ്ങനെ പോകേണ്ട കാര്യമില്ല. ഇതിനാണ് ഈ രണ്ട് വഴി ഇരിക്കുമ്പോൾ പിന്നെ എനിക്ക് തന്നെ ആവശ്യത്തിന് കഴിവുകളും കലകളും തന്നിട്ടുണ്ട്. കാരണം സാൽവേഷൻ ഒന്നുണ്ട്. സേവിയർ ജീസസ് ക്രൈസ്റ്റിന്റെ കൂടെ സേവിയർ ജീസസ് ക്രൈസ്റ്റിന്റെ കൂടെ ഉള്ളതുകൊണ്ട് ആവശ്യത്തിന് കഴിവുകളും കലകളും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ സിംഹങ്ങളെ ഒന്നും പേടിക്കേണ്ട ആരും വൈകിട്ട് കാര്യമില്ല. മനസ്സിലായി? ആരും വൈകിട്ട് കാര്യമില്ല. നമുക്ക് ഉള്ളത് എന്നൊന്ന് പ്രസന്റ് ചെയ്യാനുള്ള പ്ലഫം കിട്ടിയത്. അവൻ കിട്ടിയ എനിക്കപ്പോ അപ്പുറത്തെ ഒരു അങ്ങനെ വിഷയദാരിദ്ര്യമല്ല. ആ കലാകാരന്റെ എടാ ജയറാമിന്റെ 2 വീട് അടിച്ചു മാറ്റി. ഞാൻ പറയാം എന്റെ പൊന്നെ ജയറാമേട്ടാ ചേട്ടൻ പോയി, എനിക്കിവിടെ വേറെ പരിപാടിയുണ്ട്. മെനങ്ങാത്ത ഡയറി തൊട്ട് എനിക്ക് എഴുതി തീർക്കാണ്ട്. ധൈര്യമായിട്ട് പറയാം. അത് വെച്ചിട്ട് എനിക്ക് അടുത്ത സ്കിറ്റ് എഴുതണം. ചേട്ടൻ ഇവിടെ മിനിറ്റ്സ് പറയാനില്ല. ചേട്ടൻ അങ്ങോട്ട് പോയി. അതുകൊണ്ട് ചേട്ടൻ കയറി വന്നു. ഞാൻ ചേട്ടനോട് ഉത്തരം പറയുന്നത് എങ്ങനെയാണ്? ചേട്ടൻ എനിക്കെതിരെ വീഡിയോ ചെയ്യുമ്പോൾ അതിന്റെ മറുപടി വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തത്. ചേട്ടന്റെ പാടുമൊക്കെ ബാക്കി പോകാൻ പറയാം. വെഞ്ഞാറമ്മൂടെ സ്വരാജ് ബ്രദർ താങ്കളുടെ പാടുമൊക്കെ എനിക്ക് മെനങ്ങാത്ത സ്ക്രിപ്റ്റ് എന്റേതായ രീതിയിൽ ചെയ്യണം. പക്ഷെ താങ്കളൊരു വീഡിയോ ചെയ്യണം. അഭിലാഷം മോശമാണ്, അങ്ങനെയാണ് ആനയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും തെളിവെടുത്ത് താങ്കൾ എന്തിനാ അങ്ങനെ ചെയ്തത് എന്നാ വിളിച്ചോ റിപ്ലൈ 1, അടുത്തത് റിപ്ലൈ 2 വരും. വയറാച്ച കേട്ടോ. അങ്ങനെ ചെയ്യാത്തടത്തോളം കാലം നമ്മളും ഈ ശത്രുതയില്ല. കാര്യമില്ല. ആരും വൈകിട്ട് കാര്യമില്ല. ഇപ്പൊ അങ്കിൾ എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്യാതെ ചുമ്മാ അങ്കിളിന് ഒരു ആവശ്യമില്ലാതെ അങ്കിളിനെതിരെ വീഡിയോ ചെയ്യേണ്ട കാര്യം എനിക്കില്ല. അതിന്റെ ആവശ്യമില്ല. നേരെ അങ്കിൾ പറയണം ഒരു കാര്യം ചെയ്യാം, അഭിലാഷിന് വിരോധമായിട്ട് വീഡിയോ ചെയ്യാം എന്ന് പറയുമ്പോഴേ ഞാൻ പതുക്കെ എന്ത് ചെയ്യുള്ളൂ, അങ്കിളിനെ വാച്ച് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അതിന്റെ മറുപടി അത് വാളടുത്തല്ല ആൻസർ ചെയ്യുന്നത്, ആശയത്തിന് ആശയം കൊണ്ടുവന്ന്. ഇപ്പൊ അങ്കിളൊരു ആശയം പറയാൻ ആശയം കൊണ്ടല്ലേ നേരത്തെ നമ്മളെന്തിനാ ഒരാളുടെ ദേഹത്ത് കൈ വയ്ക്കുന്നത്? അതിന്റെ ആവശ്യമില്ല. ആശയം തന്നെ ധാരാളം അല്ലേ, അതിന് ഇഷ്ടം പോലെ ഇല്ല. ആയുധം എടുത്ത് ചോര പടിയുന്നത് മുസ്ലിങ്ങളുടെ പിന്നെ ദുരാശയാണ്. നമ്മൾ ഫിസിക്കൽ മാത്രമല്ല മെന്റലായിട്ട് ക്രിയേറ്റീവായിട്ടൊക്കെ കുറച്ച് ചിന്തിക്കണം. വെറുതെ ചിന്തയില്ലാതല്ല, എന്നാൽ മൈൻഡ് ഭാരപ്പെടാനല്ല, നല്ല ഉറക്കം വേണം, ചിന്തിക്കണം, എന്നാൽ ഫിസിക്കൽ വേണം, എല്ലാം ഒരു ട്യൂൺഡ് ബാലൻസ്ഡ് ലൈഫ് വേണം. മയക്കുമരുന്നിനൊക്കെ പിന്നെ എന്താ പറയണ്ടേ, നമ്മളതിന് സബ്ഡ്യൂ ആവാതെ അടിമപ്പെടാതെ എപ്പോഴും സ്വതന്ത്രമായിട്ടുള്ള